السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أكرم بخلق نبي زانه خلق بالحسن مستمل بالبشر متسم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇരിക്കുന്നതിന് മുമ്പ് ഈ ഭാഗത്തുള്ളവർ അങ്ങോട്ട് താഴോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് കസേര ഉണ്ടെങ്കിൽ അതിലേക്ക് മാറി ഇരിക്കുക. ഇവിടെ ഇരിക്കുന്നവർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി കസേര ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറിയിരിക്കുക. മുന്നോട്ട് നോക്കിയിട്ട് മുന്നിലുണ്ടെങ്കിൽ അതിൽ കയറി ഇരിക്കുക. അതിൻ്റെ ശേഷം അത് റെഡിയായി എന്ന് തോന്നിയാൽ ഇരിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇതിന് മധ്യത്തിൽ ഒറ്റ കസേരയും ബാക്കി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് മധ്യത്തിൽ ഓരോ കസേര വെറുതെ കാലിയായി പോകും. അതുകൊണ്ടാണ്. الحمد لله ثم الحمد لله. وقد حضر معنا الضيف الكريم عمر المطيري حفظه الله ورعاه، وكثير من الضيوف من المسلمين وغير المسلمين الذين شاركوا في هذا الحفل الكريم. نحن نرحبهم جميعا وندعو لهم جميعا لأن يرزقهم الله سبحانه وتعالى جميع الخيرات وجميع المبرات. أنا لا أطيل الكلام باللغة العربية لأن أكثر الحضار لا يفهم اللغة العربية الفصحى، فلذلك ننتقل إلى لغتنا المليبانية. നമ്മുടെ ഈ വേദിയിൽ പങ്കെടുത്ത അറബികളും അനറബികളും നമ്മുടെ ഇതര മതസുഹൃത്തുക്കളും എല്ലാം ആയ എല്ലാ അതിഥികൾക്കും, അതുപോലെ ഇവിടെ നേരത്തെ നമ്മൾ മെമൻഡോ കൊടുത്ത പ്രമുഖ വ്യക്തിത്വങ്ങൾക്കും, ഇവിടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ജനങ്ങൾക്കും, ഇത് സംഘടിപ്പിച്ചവർക്കും ഇതിന് സഹായിച്ചവർക്കും എല്ലാവർക്കും ലോകസത്താവായ അള്ളാഹു സർവ്വ നന്മകളും ചൊരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അള്ളാഹു പരിചയപ്പെടുത്തിയത് റഹ്മത്തുല്ലിൽ ആലമീൻ, സർവ്വ സൃഷ്ടികൾക്കും കാരുണ്യം എന്നാണ്. അവിടെ
ജാതി, മത, വർഗ, വർണ്ണ, ദേശ, ഭാഷ, രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഇല്ല. സർവസൃഷ്ടികൾക്കും കാരുണ്യം. അതുകൊണ്ടാണ് പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ പ്രയാസപ്പെടുത്തിയ സ്ത്രീ നരകാവകാശിയായി എന്ന് അവിടുന്ന് പ്രസ്താവിച്ചത് ആ റിപ്പോർട്ട് നമ്മളോട് പറയാൻ അല്ല, മറിച്ച് നമ്മൾ ഒരു ജീവിയെയും ശല്യം ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല എന്നത് പഠിപ്പിക്കാനാണ്. നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ഒരാൾ അദ്ദേഹത്തിൻ്റെ പാപം പൊറുക്കപ്പെട്ടു എന്ന് പഠിപ്പിച്ചതും നായയടക്കം സർവ ജീവികളോടും കാരുണ്യം കാണിക്കണം എന്ന് പഠിപ്പിക്കാനാണ്. ഇന്നലെയോ മിഞ്ഞാന്നോ ഒരു പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരാൾ വന്ന് സ്വകാര്യം പറഞ്ഞു, നമ്മുടെ നാട്ടിലെ തെരുവ് നായയുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദ്വാരക്കണം എന്ന്. ഉണ്ടായ സംഭവം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത്രയും പ്രയാസം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ അത്തരം നായകളെ കൊണ്ട് അനുഭവിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അത്തരത്തിൽ സമൂഹത്തിന്, മനുഷ്യർക്ക് ശല്യമുണ്ടാകുമ്പോൾ ആ ശല്യത്തെ തടസ്സം ചെയ്യാൻ, അവകളോട് കാരുണ്യം നഷ്ടപ്പെടാത്ത രൂപത്തിലും തന്നെ സംവിധാനമുണ്ടാക്കേണ്ടത് രാജ്യത്ത് കാര്യങ്ങൾ ഭരണം നടത്തി കൊണ്ടുപോകുന്ന ആളുകളുടെ കർത്തവ്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളുടെ വിവാഹ സദ്യകളിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി നമ്മൾ എവിടെയെങ്കിലും തട്ടും. നമ്മുടെ നാട്ടിലെ കഥയാണ് ഞാൻ പറയുന്നത്. ഇവിടെ അങ്ങനെ തട്ടിയാൽ ചിലപ്പോൾ ഒരിക്കലേ തട്ടേണ്ടി വരുള്ളൂ. അങ്ങനെ കൊണ്ടുപോയി തട്ടിയാൽ വാസ്തവത്തിൽ നമുക്ക് അത് ക്ലീൻ ചെയ്തു തരുന്ന ഒരു ജീവിയാണ് നായ. നമ്മുടെ കാർപ്പറ്റ് അടിക്കുന്ന മെഷീൻ പോലെ അതവിടെ കിടന്ന് ദുർഗന്ധം വമിക്കുന്നതിന് പകരം അത് മുഴുവനും ആ നായകൾ തിന്ന് അവകൾക്ക് ഭക്ഷണമായി നമുക്ക് സ്ഥലം വൃത്തിയാവുകയും ചെയ്തു. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ തെരുവ് നായകളെ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് കാണേണ്ടത്. പരിശുദ്ധ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് അബൂ ഇസ്ഹാഖ് ശീറാസി റളിയല്ലാഹു അൻഹു. ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഒരു നായ ഇങ്ങോട്ട് വന്നു, അതേ റൂട്ടിലൂടെ. അപ്പോൾ ശിഷ്യൻ അതിനെ ഒരു കല്ലെടുത്ത് എറിയാൻ ശ്രമിച്ചു. പറഞ്ഞു പറ്റൂല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അന വഹാദൽ കൽബു ശരീഖാനി ഫി ത്വരീഖ്. ഈ റോഡ് എനിക്ക് മാത്രം പോകാനുള്ളതല്ല, അതിന് ആ നായയും പാർട്ട്ണറാണ്. ആ നായക്കും പോകാനുള്ള ഈ റോട്ടുമ്പോൾ തന്നെയാണ്, അതിന് എറിയാൻ പാടില്ല. നമ്മളെ ചില ആളുകൾ നായനെ എറിയലൊരു സുന്നത്താണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അത് ശരിയല്ല. ഒരു ജീവിയെയും ശല്യം ചെയ്യാതെ ജീവിക്കണം എന്ന് പഠിപ്പിച്ച റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, അവിടുത്തെ കാരുണ്യം എല്ലാവർക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഏത് സത്യത്തിൻ്റെ പ്രചാരകർക്കും എതിരാളികൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികം. അത് ഈ ലോകത്തിൻ്റെ പ്രകൃതിപരമായ ഒരു രീതിയാണ്. എപ്പോഴും മരുന്ന് ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ തന്നെ രോഗാണുക്കളും ഉണ്ടാകും. ആരോഗ്യം ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ അനാരോഗ്യവും അപ്പുറം ഉണ്ടാകും. നീതി ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ അനീതി മറുഭാഗത്തുണ്ടാകും. അതേപോലെ സൗഹൃദവും സഹിഷ്ണുതയും ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ വർഗീയതയും അക്രമങ്ങളും വേറൊരു ഭാഗത്തുണ്ടാകും. അങ്ങനെ സത്യം ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ അസത്യം മറുഭാഗത്തുണ്ടാകും. വിനയം ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ അപ്പുറം അഹങ്കാരമുണ്ടാകും. അത് ഈ ലോകത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷമാണ്. അതാണല്ലോ ഈ ലോകം ഒരു പരീക്ഷണാലയമാണ് എന്ന് ഖുർആൻ പറയാൻ കാരണം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത
വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങൾക്ക് മരണവും ജീവിതവും തന്നത് ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞത്. രണ്ടും ഒരേ സമയത്തുണ്ടാകുന്ന ഒരു ലോകമാണ് നമുക്ക് ജീവിക്കാനുള്ളത്. സത്യത്തിൻ്റെ പ്രചാരണവുമായി നീതിയുടെയും സഹിഷ്ണുതയുടെയും വിനയത്തിൻ്റെയും സഹനത്തിൻ്റെയും ആശയങ്ങളുമായി സർവലോകത്തിൻ്റെയും അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തന രംഗത്തിറങ്ങിയപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും കളവ് പറയുകയില്ല എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഒരാൾ അബൂജഹലിനോട് ചോദിച്ചു. അബൂജഹൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരണം വരെ ആക്രമിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാദിഖുൻ അം കാദിബുൻ, സത്യം പറയുന്ന ആളാണോ കളവ് പറയുന്ന ആളാണോ? അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാനും നിങ്ങളും മാത്രമുള്ള ഒരു സ്വകാര്യ സദസ്സാണ്, അതുകൊണ്ട് ഉള്ളതുപോലെ ഒന്ന് പറയൂ. അതിനൊപ്പം ശരിയാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അബൂജഹലിന്റെ മറുപടി, ജീവിതത്തിലൊരിക്കലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് സത്യം പറയുന്ന ആള് തന്നെയാണ്. പിന്നെ ഞാൻ മുഹമ്മദിനെ അംഗീകരിക്കാത്തതിന്റെ കാരണം എല്ലാ സവിശേഷതകളും മഹത്വങ്ങളും ഈ മുഹമ്മദിന്റെ കുടുംബം കൊണ്ടുപോയാൽ ബാക്കി ഞങ്ങളുടെ ഖുറൈശി തറവാട്ടിലുള്ളവർക്ക് പിന്നെന്താ ഉണ്ടാകുക? അതുകൊണ്ട് അങ്ങനെ ഒരാൾ പൊങ്ങണ്ട എന്നതുകൊണ്ടാണ് ഞാൻ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എതിരാളികളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള അബൂജഹലിന് പോലും അവിടുന്ന് സത്യം മാത്രം പറയുന്ന ആളാണ് എന്നതിൽ യാതൊരു തർക്കവും ഇല്ല. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ശല്യം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ അനുയായികളിൽ ചിലർ വന്ന് പറഞ്ഞു, അനിൽ മുശ്രിക്കീൻ. ആ ശല്യം ചെയ്ത് ഉപദ്രവിക്കുന്ന മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾ എന്നാണ് ആ വാക്കിന്റെ നേരെ അർത്ഥം. പക്ഷെ അൽ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയല്ല. അൽ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഈ ബഹുദൈവ വിശ്വാസികൾ എന്നാണ്, അല്ലാതെ എല്ലാ ബഹുദൈവ വിശ്വാസികളും എന്നല്ല. ഇതുപോലെ പല പ്രയോഗങ്ങളും ഖുർആനിലും ഹദീസിലും ഉണ്ട്. അതിന്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കാത്തത് കൊണ്ടാണ് പലരും ഖുർആനിനെയും ഹദീസിനെയും തെറ്റിദ്ധരിച്ചത്. കാരണം അൽ എന്ന വാചകം കൂടുമ്പോൾ അതിന്റെ അർത്ഥം ഒരു പ്രത്യേക ടീം എന്നാണ്. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ ചിലപ്പോ ഖാതിലുൽ മുശ്രിക്കീൻ എന്ന് കാണും. അതിന്റെ അർത്ഥം ബഹുദൈവ വിശ്വാസികളോട് പോരാടണം എന്നല്ല. അതിന്റെ അർത്ഥം നബിയെ ഖാതല എന്ന് പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുക എന്നാണ്. ഖാതല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഖതല എന്ന അർത്ഥമല്ല. ഖതല എന്ന് പറഞ്ഞാൽ വധിക്കുക എന്നാണ്. ഖാതല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുക എന്നാണ്. അപ്പൊ ഇങ്ങോട്ട് പോരാടാൻ വന്ന അബൂജഹലാദി ബഹുദൈവ വിശ്വാസികൾ എന്നാണ് ഖാതിലുൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. അല്ലാതെ എല്ലാ ബഹുദൈവ വിശ്വാസിയോടും നിങ്ങൾ പോരാട്ടം നടത്തണം എന്നല്ല. പക്ഷെ ഖുർആനിന്റെ ശരിയായ അർത്ഥം അറിയാത്തവരും ഭാഷ അറിയാത്തവരും ഖുർആനിന് പലരും അറിവില്ലാതെ അർത്ഥം പറയാനും അതുപോലെ പരിഭാഷ ചെയ്യാനും ഒക്കെ തുനിഞ്ഞപ്പോൾ ഒരുപാട് നല്ലവരായ മറ്റ് വിശ്വാസികൾക്കിടയിൽ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ച് അവിടുന്ന് അവിടെയുള്ള മറ്റ് വിശ്വാസക്കാരോട് പോരാടുകയല്ല ചെയ്തത്. അങ്ങനെയല്ലല്ലോ അവിടുത്തെ ഡ്യൂട്ടി ആരംഭിച്ചത്. മറിച്ച് ആദ്യം തന്നെ ഇറങ്ങുന്ന ആദ്യത്തെ സൂക്തം തന്നെ ഇഖ്റ, വായിക്കണം, പഠിക്കണം
ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിങ്ങളെ സൃഷ്ടിച്ച സട്ടാവായ പടച്ചവന്റെ പേരുച്ചരിച്ച് അവനെ ഓർമ്മിച്ച് നിങ്ങൾ വായിക്കണം, പഠിക്കണം. അവനാണ് നിങ്ങൾക്ക് പേന കൊണ്ടെഴുതാൻ പഠിപ്പിച്ചവൻ, അവനാണ് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നവൻ. ഇങ്ങനെയല്ലേ ഖുർആനിന്റെ തുടക്കം തന്നെ. അപ്പൊ അങ്ങനെ വളരെ നല്ല സഹിഷ്ണുതയോടെ, അത് എത്രത്തോളം, അതിനെയാണ് ഞാനൊരു ചെറിയ സാമ്പിൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ, നബി തങ്ങൾ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ആചാരമാണ് പെൺകുഞ്ഞ് ജനിച്ചാൽ ആ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുക എന്നത്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും നമുക്ക് ലാ തഖ്തുലു ഔലാദക്കും, നിങ്ങൾ മക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞത് കാണും. കാരണം അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്, മക്കളെ കൊല്ലുന്ന ഒരു സാഹചര്യമാണ്. അതിൽ പ്രത്യേകിച്ചും വൈദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തിനാണ് ആ പാവപ്പെട്ട പെൺകുട്ടിയെ കൊന്നുകളഞ്ഞത് എന്ന് ആ കുട്ടിയോട് തന്നെ പടച്ചവന്റെ കോടതിയിൽ വെച്ച് ചോദ്യം ചെയ്ത് ആ രക്ഷിതാക്കളെ അവിടെ വെച്ച് ഉത്തരം മുട്ടിക്കും എന്നും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത്രയും ക്രൂരമായ അക്രമങ്ങളും അനീതിയും നടമാടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതും പ്രവർത്തിക്കുന്നതും. 40 വർഷം അവിടെ നിന്ന് പ്രവർത്തിച്ചപ്പോൾ അവിടുത്തെ 40 വർഷത്തെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ ശേഷമുള്ള ഒരു ശത്രുക്കൾക്കും ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അബൂജഹൽ അടക്കം അവിടുത്തെ സംബന്ധിച്ച് പറഞ്ഞത് ജീവിതത്തിൽ കള്ളം പറയാത്ത ആൾ. ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച് രക്തം പൊട്ടി ഒലിക്കുന്ന സമയം, അതേപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയം, അപ്പോൾ അനുയായികളിൽപ്പെട്ട ഒരാൾ വന്ന് പറഞ്ഞു, എൽ അനിൽ മുശ്രിക്കീൻ, ഇങ്ങനെ ശല്യം ചെയ്യുന്ന ഈ ബഹുദൈവ വിശ്വാസികളെ ശപിക്കണം എന്ന് പറഞ്ഞു. ശപിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പടച്ചവനോട് ഏൽപ്പിക്കാന്നാണല്ലോ, അവർക്ക് വേണ്ട കൊടുക്കണം, അല്ലാതെ സ്വന്തം ഒന്നും ചെയ്യുന്നില്ലല്ലോ അല്ലെ. ശപിക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശം എൽ അനിൽ മുശ്രിക്കീൻ. അപ്പോഴും അവിടുത്തെ മറുപടി എന്താണ്? എന്നെ ശപിക്കുന്നവനായി നിയോഗിക്കപ്പെട്ടിട്ടില്ല. എന്നെ പറഞ്ഞ ശപിക്കാനല്ല, ഇന്നമാ ഉർസിൽതു റഹ്മ, എന്നെ നിയോഗിക്കപ്പെട്ടത് ഇന്നമാ ബുഇസ്തു റഹ്മ, എന്നെ കാരുണ്യമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്നാണ് അവിടുത്തെ പ്രത്യുത്തരം, അവിടുത്തെ മറുപടി അതാണ്. അപ്പൊ ഈ രൂപത്തിൽ അക്രമികളോടടക്കം എല്ലാവരോടും കാരുണ്യമായി മാത്രം വർത്തിക്കുകയും അങ്ങനെ കാരുണ്യമായി മാത്രം ജീവിക്കുകയും കാരുണ്യമായി ലോകസട്ടാവായ റബ്ബ് നിയോഗിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതാണ് നേരത്തെ ഇവിടെ ഒതുക്കൽപ്പിച്ചില്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലിൽ മുസ്ലിമീൻ എന്നല്ല, മുസ്ലിമിയക്ക് മാത്രം കാരുണ്യം എന്നല്ല, ലിൽ ആലമീൻ. ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകം, പ്രപഞ്ചം മുഴുക്കെ എല്ലാവർക്കും കാരുണ്യമായി മാത്രം നിയോഗിക്കപ്പെട്ട ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രിയപ്പെട്ട സഖാഫി നിങ്ങൾക്ക് ഓതിക്കേൽപ്പിച്ചു സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്ത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി തങ്ങൾക്കുള്ള ഒരു പ്രത്യേക പേര് തന്നെ റഊഫ് റഹീം, ദയാലുവായ വ്യക്തി, കാരുണ്യം ചെയ്യുന്ന വ്യക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളിൽ 2 പേരുകൾ ഖുർആൻ അവിടെ എടുത്തു പറയുകയാണ്. അങ്ങനെ കാരുണ്യമായി മാത്രം നിയോഗിക്കപ്പെട്ട ഒരു നേതാവിന്റെ ജന്മത്തിൽ സന്തോഷിക്കുക, അതിൽ ആർക്കെങ്കിലും ഒരു വിയോജിപ്പിന് വല്ല വകുപ്പും ഉണ്ടോ? ഒരു വകുപ്പും ഇല്ല. അതുകൊണ്ടാണ് ഹിജ്റ 900 മരണപ്പെട്ടു പോയ അബൂ ഇസ്ഹാഖ് നാജി റഹ്മത്തുള്ളാഹി അലൈഹി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനവറുകളുടെ കൻസുർ റാഗിബീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി, തബറകൂ ബിമിലാദിഹി, നബി തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ ബർക്കത്തെടുക്കണം, ഗുണവർദ്ധനവ് ലഭ്യമാക്കണം. അവിടുത്തെ ജന്മം കൊണ്ട് ഗുണവർദ്ധനവ് ലഭ്യമാക്കണം. അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, ഫമാ വല്ലതറഹു വലാ തവാലൽ ഫർഹു, സന്തോഷങ്ങൾ കൈവന്നതും പ്രയാസങ്ങൾ നീങ്ങിയതുമൊക്കെ ഇല്ലാ ബിതൽഅത്തിഹി സഈദ, അവിടുത്തെ വിജയകരമായ പുലരി കൊണ്ട് മാത്രമാണ്. അതിനാൽ
അത് പിന്നെയും വളരെ വിശദീകരിച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞു, വസ്മഉ ഖൗല റബ്ബിക്കും, നിങ്ങളുടെ റബ്ബായ പടച്ചവന്റെ വാക്ക് നിങ്ങൾ കേട്ട് സ്വീകരിക്കണം. ഫീമാ അൻസല, അവൻ ഇറക്കിയ ഗ്രന്ഥത്തിൽ, അലാ നബിയിക്കും, നിങ്ങളുടെ നബിയുടെ മേൽ ഇറക്കി കൊടുത്ത ഗ്രന്ഥത്തിൽ. എന്താണ് പടച്ച റബ്ബ് പറഞ്ഞത്? ഇൻ കുൻതും തസ്മഊൻ, നിങ്ങൾ ഖുർആൻ സ്വീകരിക്കുന്നവരാണെങ്കിൽ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു, പറയൂ നബിയേ, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, വബിറഹ്മതിഹി, അവന്റെ റഹ്മത്തായ കാരുണ്യമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും, ഫബിദാലിക, അതുകൊണ്ട് തന്നെ, ഫൽയഫ്റഹു, അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. ഇങ്ങനെ ഖുർആനിന്റെ നിർദ്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കണം എന്ന് ഞാൻ ജനിക്കുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഏകദേശം 500ഓളം വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ അബൂ ഇസ്ഹാഖ് നാജി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതായി കാണാം. ഖുർആൻ തന്നെയാണ് നിർദ്ദേശം നൽകിയത് എന്നർത്ഥം. എന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച അന്ന് ലോകം മുഴുക്കെ സന്തോഷപ്രകടനമായിരുന്നു. അത് പല വിധത്തിലുമാണ് ലോകസൃഷ്ടാവായ പടച്ചവൻ അത് പ്രകടിപ്പിച്ചത്. പല വിധത്തിലും സവാ തടാകം വറ്റിയതും, അതേപോലെ തന്നെ അങ്ങ് സിറിയയിലുള്ള വലിയ കൊട്ടാരങ്ങൾ പ്രകാശിച്ചതും, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ജനിച്ച അന്ന് തന്നെ ലോകത്തുണ്ടായി എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് മദീനയിൽ എത്തിച്ചേരുന്നത്. 40 വയസ്സോളം അവിടെ ജീവിച്ചു. 13 വർഷം മക്കയിൽ സുന്ദരമായി ആശയം, സുന്ദരമായ ഇസ്ലാമിക ആശയം അവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത് പ്രവർത്തിച്ചു. 13 വർഷം. 53-ാം വർഷത്തിലാണ് ഒരു നിലക്കും നീതിയും സത്യവും തുറന്നു പറയാൻ അനുവദിക്കുകയില്ല എന്ന നിലക്ക് ശത്രുക്കളുടെ എല്ലാ ബഹിഷ്കരണങ്ങളും, അങ്ങനെ അനുയായികൾ പട്ടിണി കിടക്കുന്നു. അനുയായികളിൽ ചിലരെ ദാരുണമായി വധിക്കുന്നു. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ ഒരു സ്ത്രീയായിട്ട് പോലും ആ സ്ത്രീയെ ഇരുമ്പിന്റെ കുന്തം ശരീരത്തിൽ, സ്വകാര്യ അവയവത്തിൽ അടക്കം കയറ്റി കൊല്ലുന്നു. ആ രൂപത്തിലുള്ള അക്രമങ്ങൾ നടമാടി ശിഷ്യന്മാര് പലരും അബ്സീനിയയിലും പല സ്ഥലങ്ങളിലും പലായനം ചെയ്ത്, പക്ഷേ ഒരാളോടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട് വിട്ട് പലായനം ചെയ്യുന്ന വിവരം അറിയിച്ചിരുന്നില്ല. ആകെ അറിഞ്ഞത് 2 കക്ഷികൾ. ഒന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, മറ്റൊന്ന് അറിഞ്ഞത് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മഹാനവറുകളോട് പറയൽ അനിവാര്യമാണല്ലോ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്ര ചെയ്യുന്ന സമയത്ത്, ഹിജ്റ പോകുന്ന സമയത്ത്, അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കൽ, അതുപോലെ ആ യാത്രക്ക് വേണ്ടിയുള്ള വാഹനം ഒരുക്കൽ തുടങ്ങിയ കാര്യങ്ങൾ അനിവാര്യമായതിനാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബീബി റളിയല്ലാഹു അൻഹ അടക്കമുള്ള ആ ഫാമിലിക്ക് പോകുന്ന വിവരം അറിയാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ആ വിവരം അറിയിച്ചത് എന്തിനാണ്? അതറിയിക്കാൻ കാരണം മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ അമാനത്തുള്ള വേറെ ഒരാൾ വേറെ ഇല്ല. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത, ഉത്തരവാദിത്വ ബോധം. ആ ഉത്തരവാദിത്വ ബോധമുള്ളതിനാൽ, വിശ്വാസ്യതയുള്ളതിനാൽ പലരും പല വസ്തുക്കളും പണവും പലതും കൊണ്ടുവന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സൂക്ഷിപ്പ് വെക്കും. ഈ സൂക്ഷിപ്പ് വെച്ച സാധനങ്ങൾ സൂക്ഷിക്കുക എന്നത് അതൊരു സഹായമാണല്ലോ. സമൂഹത്തിനെ സഹായിച്ചുകൊണ്ട് ജീവിക്കുക, അത് പല മേഖലയിലാണ്. അപ്പൊ അവരുടെ ആ വസ്തുക്കൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്ന നിലക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഉത്തരവാദിത്വം, റിസ്ക് ഏറ്റെടുത്ത് അവിടുന്ന് സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിച്ചു വെച്ച പലർക്കും പലതും കൈമാറാനുണ്ട്. അത് കൈമാറണമെങ്കിൽ മക്കയിൽ തന്നെ നിൽക്കണ്ടേ. പക്ഷേ ഇപ്പോൾ പോവുകയാണ്, മദീനയിലേക്ക് പോവുകയാണ്.
അപ്പോൾ പിന്നെ ആ വസ്തുക്കളുടെ അവകാശികൾക്ക് അത് തിരിച്ചു കൊടുക്കാൻ അർഹതപ്പെട്ട അതേ വിശ്വസ്തനായ എന്തുകൊണ്ടും ആധികാരികതയുള്ള ഒരാളെ ഏൽപ്പിക്കണം. അതിന് കണ്ടെത്തിയ വ്യക്തിയാണ് ചെറുപ്പക്കാരനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. സയ്യിദ് അലി ഇബ്നു അബീ ത്വാലിബ് ആരാണ്? സ്വന്തം പിതൃ സഹോദരൻ അബൂ താലിബിന്റെ മകനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജ്യേഷ്ഠാഞ്ചന്മാർ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള അതേ പിതൃ സഹോദരന്റെ മകനാണ്. ആ പിതൃ സഹോദരനോ എല്ലാവരും ശല്യം ചെയ്യുമ്പോ സംരക്ഷണത്തിന് വേണ്ടി നിലക്കൊണ്ട ഒരു വ്യക്തിയാണ് അബൂ താലിബ്. ആ അബൂ താലിബിന്റെ മകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അതെല്ലാം ഞാൻ പോയാൽ അവകാശികൾക്ക് കൊടുക്കണം എന്ന് ഏൽപ്പിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ വിവരം അറിയിക്കുകയും സ്വന്തം വീട്ടിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തുകയും ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിശ്വാസ്യത, അതാണ് അലി റളിയല്ലാഹു അൻഹുവിനെ കാര്യം അറിയിക്കാനുള്ള കാരണമെന്ന് സർവ്വഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അലി റളിയല്ലാഹു അൻഹുവിനെയും അവിടെ ഇരുത്തി അവിടെ കിടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങുന്നത്. 4 ഭാഗത്തും ശത്രുക്കൾ വന്ന് വളഞ്ഞിട്ടുണ്ട് വീട്. അവരുടെ ലക്ഷ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയെടുക്കുക എന്നതാണ്. അവർ നല്ല ചുറുചുറുക്കുള്ള യുവാക്കളാണ്. അവർ ഓരോ തറവാടുകളിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട അംഗങ്ങളാണ്. അവരെ അങ്ങനെ ഒരുക്കി കൂട്ടാൻ വേണ്ടി ആസൂത്രണം ചെയ്തതിന് നേതൃത്വം കൊടുത്ത വ്യക്തി അത് അബൂജഹലാണ്. അബൂജഹൽ ആ അഭിപ്രായം പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും സന്തോഷിച്ചത് ഇബ്ലീസാണ്. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ല, കാന മിനൽ ജിൻ. അത് ഭൂതവർഗത്തിൽപ്പെട്ട ഒരു ശല്യജീവിയാണ്. ഇബ്ലീസ് ഇപ്പൊ എവിടെയുണ്ടാവും, അവനും കേൾക്കുന്നുണ്ടാവും. നമുക്ക് പ്രശ്നമില്ല. പഠിച്ചവനോട് അവനിൽ നിന്ന് നമ്മൾ കാവൽ ചോദിക്കുന്നവർ. ആ ഇബ്ലീസ് അവിടെ മനുഷ്യരൂപത്തിൽ വന്ന് പങ്കെടുത്തിരുന്നു. അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. മുഹമ്മദിനെ നേരിടാൻ എങ്ങനെ കഴിയും? ചിലര് പറഞ്ഞു നാട് കടത്തുക എന്ന് പറഞ്ഞു. അപ്പോ ഈ ഇബ്ലീസ് മനുഷ്യരൂപത്തിൽ വന്ന പ്രായം ചെന്ന മനുഷ്യൻ കാഴ്ചക്ക് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല, നാട് കടത്തിയാൽ അവിടെ പോയിട്ട് ജനങ്ങളെ ഒക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് നമുക്കെതിരെ ഒരു ടീമിന് അവിടെ ഉണ്ടാക്കുന്നു. അങ്ങനെ പല അഭിപ്രായങ്ങളും വന്നിരുന്നു. അവസാനം അബൂജഹലാണ് പറഞ്ഞത്, അതൊന്നുമല്ല, നമുക്കാർക്കും ഉത്തരവാദിത്തം വരാത്ത രൂപത്തിൽ മുഹമ്മദിനെ കൊന്നുകളയാം. അതെങ്ങനെ? എല്ലാ കുടുംബത്തിലും നല്ല ചെറുപ്പക്കാരെ സെലക്ട് ചെയ്ത് എല്ലാവരും കൂടി പോയി വീട് വളഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും കൂടി അങ്ങ് വിട്ട് ആരാൻ തിരിയരുത്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ വീട് വളഞ്ഞ ആളുകളുടെ മുന്നിലേക്കാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന് സാധാരണ പുതക്കുന്ന പുതപ്പും കൊടുത്ത് നിങ്ങൾ അവിടെ കടന്നു പറഞ്ഞു. നബി തങ്ങൾ ഇറങ്ങാൻ എന്തൊരു ഹിമ്മത്താണ്! അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം പോലെയുള്ള മനക്കരുത്തായിരുന്നു. ആ ശത്രുക്കളുടെ മുന്നിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് ആ ശത്രുക്കളെ ആരെയും ഒരു ഉപദ്രവവും ചെയ്യാതെ അല്പം പൊടിമണ്ണ് വാരിയെടുക്കുന്നു. ആ പൊടിമണ്ണ് വാരി യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഓ മുഹമ്മദ് നബിയെ, അവിടുന്ന് പലരും പലതും പറഞ്ഞാലും സംഭവം ഇന്നക ലമിനൽ മുർസലീൻ, ധാരാളം പ്രവാചകന്മാരെ നേരത്തെ ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി നിയോഗിച്ചയച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയാണ് തങ്ങളും. ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ് അവിടുന്ന്. ശത്രുക്കൾ പറയുന്നത് പോലെ പാട്ടുകാരനല്ല, അഭിചാര പ്രവർത്തനം നടത്തുന്ന ആളല്ല, അതേപോലെ മറ്റെന്തെങ്കിലും ദൂഷ്യവശങ്ങളുള്ള ആളല്ല. ഇന്നക ലമിനൽ മുർസലീൻ, അവിടുന്ന് മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് എന്നത് ചിന്തിക്കുന്ന ആർക്കും ബോധ്യമാകൂലേ? കാരണം എന്താണ്? അലാ സിറാത്തിൻ മുസ്തഖീം, അവിടുന്ന് പഠിപ്പിക്കുന്ന മാർഗം
അവിടുന്ന് പ്രബോധനം ചെയ്യുന്ന മാർഗം അത് വളരെ നേരെയുള്ള വഴിയാണ്. ഒരു വളവും തിരിവും ഇല്ല. എല്ലാവർക്കും നന്മയുള്ള, എല്ലാവർക്കും ഗുണമുള്ള, എല്ലാവർക്കും പുരോഗതിക്ക് നിമിത്തമാകുന്ന, സർവ അധോഗതിയിൽ നിന്നും രക്ഷപ്പെടുന്ന ഏറ്റവും നല്ല വഴി അലാ സിറാത്തിൻ മുസ്തഖീം. മഴ പെയ്ത ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോകുമ്പോൾ ഒരു ബിസിനസ് കാണുകയാണ്. ധാന്യം വിൽക്കുന്ന ആളാണ് അദ്ദേഹം. ധാന്യം വിൽക്കുന്നു മദീനയിൽ. മദീനയിലെ പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് പിന്നീടുണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പോകുമ്പോ അദ്ദേഹത്തിന്റെ കടയുടെ സമീപത്തെത്തി. അവിടുന്ന് ധാന്യങ്ങൾ കണ്ടപ്പോൾ ഒരു പാക്കറ്റിന്റെ ഉള്ളിലേക്ക് കൈയങ്ങോട്ട് പ്രവേശിപ്പിച്ച് അടിയിൽ നിന്ന് ഒരു കോരലിങ്ങോട്ടെടുത്തു. നോക്കുമ്പോൾ നനഞ്ഞതാണ്. മേൽഭാഗത്തുള്ളതെല്ലാം ഉണങ്ങിയതാണ്. താഴെ അടിയിലുള്ളത് നനഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, എന്തേ ഈ നനഞ്ഞ സാധനം വിൽക്കുകയാണോ? മേലെ ഉണങ്ങിയതിട്ട് താഴെ നനഞ്ഞത് വിൽക്കുകയാണോ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞു, മഴ പെയ്തപ്പോൾ നനഞ്ഞു പോയി. അവിടെ നിന്ന് ചോദിച്ചു, എന്തേ നനഞ്ഞത് മേലെ ഇട്ടുകൂടായിരുന്നോ? ഉടനെ പറഞ്ഞു, മൻ ഖസ്സഫ ലൈസ മിന്നാ, ചതിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവൻ അല്ല. ചതി നടത്താൻ പാടില്ല. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുണ്ട് നല്ല ഭംഗിയുള്ള നാരങ്ങ, നല്ല ഭംഗിയുള്ള ആപ്പിള്, നല്ല ഭംഗിയുള്ള പേരക്ക, അത്തരം വസ്തുക്കളൊക്കെ മുന്നിൽ വെച്ചിട്ട് ബേക്കിൽ വളരെ കേടുള്ളതും വെച്ച് വിൽക്കുന്ന ചില ഫ്രൂട്ട്സ് കച്ചവടക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്തേ ഈ ഭംഗി കണ്ടിട്ടാണ് അവർ വന്ന് സാധനത്തിന് ഓർഡർ ചെയ്യുന്നത്. വീട്ടിൽ കൊണ്ടുപോയാലാണ് തൂക്കി കിട്ടിയത് കേടുള്ളതാണെന്ന് മനസ്സിലാകുന്നത്. ഇത്തരം ഏർപ്പാടുകൾ ഒരു ബിസിനസ്സുകാരനും ചെയ്യാൻ പാടില്ല. അതാണ് മൻ ഖസ്സ ഫലൈസ മിന്നാ, ചതിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, എല്ലാ അനീതികൾക്കെതിരെയും അഴിമതികൾക്കെതിരെയും ഒരുപോലെ ശബ്ദിച്ച നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദാരുണമായി കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി വന്ന ശത്രുക്കൾ വളഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് സധൈര്യം ഇറങ്ങുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി തങ്ങൾ ഒരൽപ്പം പൊടിവന്ന് വാരി പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ, ഓ നബിയെ, തങ്ങൾ ഋജുവായ മാർഗത്തിലാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന യാസീൻ സൂറത്ത് ഓതി. അങ്ങനെ ഫഹും ലാ യുബ്സിറൂൻ, ഓ നബിയെ, തങ്ങൾ അവർക്കൊന്നും ചെയ്യാനൊന്നും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. കാരണം വല്ലാഹു യാസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അല്ലാഹു അങ്ങയെ സംരക്ഷിക്കും എന്ന് ഖുർആൻ നബി തങ്ങൾക്ക് നേരത്തെ തന്നെ അതാ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ കൊല്ലാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല, കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എത്ര ശ്രമങ്ങൾ നടന്നു, ഒന്നും വിലപ്പോയില്ല. ഇത്രത്തോളം ജൂതന്മാർ അവിടുത്തെ സൽക്കാരത്തിന് ക്ഷണിച്ചു. സ്വന്തം ഭരണം നടത്തുന്ന രാഷ്ട്രത്തിലെ മറ്റ് വിശ്വാസികളായ ആളുകളോടും ഭരണാധികാരി നീതി പുലർത്തുകയും സൗഹൃദം പുലർത്തുകയും അവർക്കും മനസ്സമാധാനം നൽകുകയും ചെയ്യണമെന്ന് ലോകത്ത് പഠിപ്പിച്ച നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി അവർക്കെല്ലാം ചെയ്തു കൊടുക്കൽ മാത്രമല്ല, അവരുടെ ക്ഷണം സ്വീകരിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. വേറെ ഭക്ഷണം കിട്ടാഞ്ഞിട്ടല്ല, അവർക്കും മനസ്സിന് സന്തോഷവും സമാധാനവും വേണ്ടേ. ഇപ്പൊ എല്ലാവരെയും പിടിച്ച് എല്ലാരെയും മുസ്ലിമീങ്ങളാക്കുക, അങ്ങനെ ഒരു അജണ്ട തന്നെ ഇസ്ലാമിൽ ഇല്ലല്ലോ, ഖുർആനിൽ ഇല്ലല്ലോ. ഖുർആൻ പറഞ്ഞു തന്നെ എന്താണ്, വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, തങ്ങളുടെ നാഥനായ പടച്ചവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസക്കാരാകുമായിരുന്നു. അങ്ങനെ പടച്ചവൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിനാൽ അഫ അന്ത തുക്രിഹുന്നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ,
എല്ലാ കക്ഷികളും നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസക്കാരാകാൻ ജനങ്ങളെ നിർബന്ധിക്കുകയോ? അങ്ങനെ ഒരു നിർബന്ധിക്കുന്ന ഏർപ്പാട് ഇസ്ലാമിലില്ല, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തിട്ടില്ല. ഖുർആനിൽ ഇന്നും നമുക്കത് കാണാമല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യഹൂദികളുടെ ക്ഷണം സ്വീകരിച്ച് ഭക്ഷണം കഴിക്കാൻ പോയി. അവിടുന്ന് ഭക്ഷണം കൂടെയുള്ളവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആട്ടിന്റെ മാംസം അത് വായിലിട്ട് ചവക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കഴിക്കല്ലേ, ഈ മാംസം എന്നോട് പറയുന്നുണ്ട് ഇതിൽ വിഷമുണ്ട്. ഇതൊരു സാധാരണ മനുഷ്യൻ അല്ലല്ലോ, സാധാരണ അറിവ് അല്ലല്ലോ, സാധാരണ കഴിവ് അല്ലല്ലോ, സാധാരണ കാഴ്ചയല്ലല്ലോ, സാധാരണ കേൾവിയല്ലല്ലോ. സാധാരണ കേൾവിയുള്ളവന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയോ? സാധാരണ കാഴ്ചയുള്ളവന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ മലക്കിന്റെ രൂപത്തിൽ വന്നാൽ കാണാൻ കഴിയോ? സാധാരണ അല്ലല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ മനുഷ്യനാണ് എന്നതിന് ഒരു മുസ്ലിമിനും ഒരു തർക്കത്തിനും അവകാശമില്ലല്ലോ. ഇപ്പോൾ ഞാനത് പറയുന്നില്ല. മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ടി അബൂബക്കർ ഫൈസി എന്നുണ്ട്, കുറ്റ്യാടിയിൽ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടു. അദ്ദേഹം ഇടയ്ക്ക് തമാശ പറയുന്ന ഒരാളാണ്. അദ്ദേഹം സിറാജുൽ ഹുദയുടെ തുടക്കത്തിലെ എൻ്റെ കൂടെ ഉണ്ടായ ആളാണ്, ഇപ്പോഴും ഉണ്ട് അൽഹംദുലില്ലാഹ്. മിന്നാന്ന് സിറാജുൽ ഹുദയിൽ ഗംഭീര മഹബ്ബ പരിപാടി നടന്നപ്പോൾ അതിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ ടി അബൂബക്കർ ഫൈസിയായിരുന്നു. നമ്മുടെ വടകര അബ്ദുള്ളക്കൊക്കെ നന്നായിട്ട് അറിയാം. അദ്ദേഹം ഒരിക്കൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കല്ലിക്കണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കല്ലിക്കണ്ടിയിൽ വെച്ച് മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകണം, ഇ.കെ. ഹസൻ മുസ്ലിയാർ അവറുകൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യരല്ല എന്നതിന്റെ തെളിവുകൾ ഇങ്ങനെ പറയാൻ. ഹദീസിൽ തന്നെ ഉണ്ടല്ലോ, ഇന്നി ലസ്തു മിസ്ലക്കും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ല, ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല എന്നൊക്കെ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഒരു മുസ്ലിമിനെ അതിൽ തർക്കിക്കേണ്ടയില്ലല്ലോ. അതിങ്ങനെ ഉദ്ധരിച്ച് ഇ.കെ. ഹസൻ മുസ്ലിയാർ അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുകയാണ്. അപ്പൊ ഒരു അമുസ്ലിം സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണൻ സ്റ്റേജിന്റെ അടുക്കൽ മറ്റു മുസ്ലിയാരെ, നിങ്ങൾ അധികം ഒന്നും അത് പറയണ്ട, മുഹമ്മദ് നബി സാധാരണക്കാരനാണ്, എനിക്കും കൂടി അറിയാം. അപ്പൊ അതെന്താണ്? അത് പറഞ്ഞു, ഈ പള്ളിയിൽ 5 നേരം മുഹമ്മദ് നബിയുടെ പേര് ഉറക്ക വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ വിളിച്ചു പറയുന്ന ഒരൊറ്റ മനുഷ്യരെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ അവിടെയുള്ള പുത്തൻവാദികൾ പറഞ്ഞു, ഇത് സുന്നി കുഞ്ഞിക്കണ്ണനാണ്. ഇങ്ങനെ ടി അബൂബക്കർ ഫൈസി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആ സംഭവത്തിന് സാക്ഷിയല്ല. അപ്പൊ സുഹൃത്തുക്കളെ, എന്റെ സാധാരണ ഒരു പതിവ് എന്ത് പറഞ്ഞാലും തെളിവ് അറിയാന്നുള്ളതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാധാരണ മനുഷ്യരാണ്. നബി തങ്ങളുടെ അസാധാരണത്വം പറയാൻ വേണ്ടി തന്നെ എത്ര ഗ്രന്ഥങ്ങളാണ് പണ്ഡിതന്മാർ രചിച്ചത്. ഇമാം സയ്യൂത്തി റളിയല്ലാഹു അൻഹുവിന് അൽ ഖസായിസുൽ കുബ്ര എന്നൊരു ഗ്രന്ഥമുണ്ട്. തീർത്തും നബി തങ്ങളുടെ സവിശേഷതകൾ പറയാനുള്ളത്. അതിലൊരിടത്തേക്ക് നമുക്ക് കാണാം അത്ഭുതം. എങ്ങനെയുള്ള അത്ഭുതം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒത്ത നീളമുള്ള ആളാണ്, കുറിയാളല്ല, പിന്നെ ലംബോ അങ്ങനെ നീളമുള്ള അങ്ങനെയുമല്ല, ഒത്ത നീളമുള്ള ആളാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് ഒരാളെ കൂടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നടക്കുമ്പോൾ, വളരെ കൂടുതൽ ഉയരമുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹത്തെക്കാൾ ഉയരം കാണും. സാധാരണ നിലക്ക് ഒത്ത ഉയരമുള്ള ആൾ, പക്ഷേ വളരെ ഉയരമുള്ള ഒരാളുടെ അടുക്കൽ നബി തങ്ങൾ പോയി നിന്നാൽ അദ്ദേഹത്തെക്കാൾ ഉയരം, അഥവാ നബി തങ്ങളുടെ തലയുടെയും മുഖത്തിന്റെയും മേലെ അദ്ദേഹത്തിന്റെ തല കയറൂല. നബി തങ്ങൾ ഏറ്റവും ഉയരമുള്ള ആളായിട്ട് കാണും. ഇതെന്തൊരു അത്ഭുതമാണ്! അത്ഭുതങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ? അത്ഭുതത്തെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുള്ള അത്ഭുതങ്ങളെ സംബന്ധിച്ചുണ്ടോ പറഞ്ഞാൽ തീരുന്നു. സുബ്ഹാന, നിങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ 40 വയസ്സായ കുറെ ആൾക്കാരുണ്ട്. ഞാനും ഒരു 40 അല്ല, ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് തന്നെ 40 കൊല്ലത്തിന്റെ മേലെയായി. അപ്പോ ഈ 40 വയസ്സ് ആയതിന് ശേഷം പിന്നീട് ഇങ്ങനെ നീളം വർദ്ധിച്ച ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടാവില്ല. ചിലപ്പോ കൊഴുപ്പും തടിപ്പൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു, നീളം കൂടി ഉണ്ടാവില്ല. അതെന്താണ്? ശരീരം ഒരു നീളത്തിൽ കഴിഞ്ഞാൽ ഒരൊറ്റ നിർത്താണ്, പിന്നെ അങ്ങോട്ട് അങ്ങനെ നീളൂല. എന്നാൽ
ശരീരത്തിലെ മുടിയോ? ശരീരത്തിലെ മുടി നീണ്ടുകൊണ്ടേയിരിക്കും, അങ്ങനെയല്ലേ? ശരീരം പോലെയല്ല, ശരീരം നീളൂല, മുടി ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും, നഖം നീണ്ടുകൊണ്ടേയിരിക്കും. അതിന്റെ നഖവും മുടിയും നീളുമ്പോൾ തടിയും നീളണ്ടേ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് മുഴുവനും അത്ഭുതം തന്നെയല്ലേ? എങ്കിൽ പിന്നെ എല്ലാം സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവനും അത്ഭുതമാണ്. അവിടുത്തെ എല്ലാ വിഷയങ്ങളും അത്ഭുതമാണ്. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത പ്രത്യേകതകൾ സഹീഹുൽ ബുഖാരിയുടെ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ നേരത്തെ ഇവിടെ പരാമർശിച്ച ഫത്ഹുൽ ബാരി എന്ന ലോകപ്രശസ്തമായ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്നെ ഒരു 40ഓളം പ്രത്യേകതകൾ എണ്ണിപ്പറഞ്ഞത് കാണാം, പണ്ഡിതന്മാരോട് തിരിച്ചു പറഞ്ഞത് കാണാം. അതിൽ പെട്ടതാണ് അവിടുന്ന് ഖബറിലുള്ളത് മേലെ നിന്ന് കാണുന്നു, അവിടുന്ന് വളരെ ദൂരെയുള്ളത് കാണുന്നു, അവിടുന്ന് അതേ മനസ്സിന്റെ ഉള്ളിലുള്ളത് കാണുന്നു. ഒക്കെ ബുഖാരിയിലെ ഹദീസുകളിൽ വന്ന കാര്യങ്ങളല്ലേ? ഖബറിൽ 2 ആളെ ശിക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് ബുഖാരിയിലെ ഹദീസല്ലേ? അതുപോലെ നിങ്ങളെ മനസ്സിലുള്ള ഭക്തി എനിക്കറിയാം എന്ന് പറഞ്ഞത് ബുഖാരിയിലെ ഹദീസല്ലേ? അങ്ങനെ തുടങ്ങി അവിടുത്തെ കേൾവിയും അവിടുത്തെ കാഴ്ചയും അവിടുത്തെ അറിവും എല്ലാം അത്ഭുതകരമാണ്. ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബലൂണ് ഇടക്ക് ഓരോന്ന് പൊട്ടുന്നു, അതൊരു അത്ഭുതമാണ്. എല്ലാം ഒന്നിച്ചു പൊട്ടുന്നില്ല. അതിന്റെ അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് ഉറക്കം തൂക്കാതിരിക്കാൻ നല്ലത്. എല്ലാം ഒന്നിച്ചു പൊട്ടി അന്നേരം അങ്ങ് തീർന്നൂലേ? അതൊരു അത്ഭുതമാണ്. നമ്മളെ എല്ലാവർക്കും ഇപ്പൊ എനിക്ക് വയസ്സ് ഒരു 65-66 വയസ്സായി. പക്ഷേ എൻ്റെ താടി രോമങ്ങൾക്ക് അതിനൊക്കെ വയസ്സ് തന്നെയല്ലേ? പക്ഷെ എല്ലാ രോമവും വെളുത്തിട്ടില്ല, കുറച്ച് ഇടക്കിടക്ക് ഒന്നിനൊന്ന് കറുത്തുണ്ട്. പിന്നെ വയസ്സിന് അനുസരിച്ചാണ് വെളുക്കുന്നെങ്കിൽ ഒന്നിച്ച് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഒന്നിച്ച് വെളുത്ത് കാണണ്ടേ? വയസ്സ് കണക്കാണല്ലോ, എല്ലാ രോമത്തിനും ഒരേ വയസ്സല്ലേ? അങ്ങനില്ല. അപ്പൊ അതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ അത്ഭുതം തന്നെയല്ലേ? എങ്കിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ വിഷം ചേർത്ത് കൊടുത്ത ഭക്ഷണം കഴിക്കുമ്പോ ഈ ഭക്ഷണത്തിൽ വിഷമുണ്ട് എന്ന് പറയുന്നു. അത്ഭുതമാണത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ കഴിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു, അവരെ വിചാരണ ചെയ്യുന്നു. ഞാൻ ചുരുക്കി പറയുന്നു, അവസാനം ഭക്ഷണം പാകം ചെയ്ത സ്ത്രീ അത് സമ്മതിക്കുന്നു. അപ്പോൾ അനുയായികളിൽപ്പെട്ട ഒരാൾ അലാ അഖ്തുലുഹാ, അവളെ ഞാൻ വധിക്കട്ടെയോ എന്ന് ചോദിക്കുന്നു. ചോദിക്കുന്നതിൽ എന്താണ് അത്ഭുതം? ഇത് രാഷ്ട്രത്തലവനാണ്, ഭരണാധികാരിയാണ്. അവിടുത്തെ അനുയായികളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതുപോലെ സ്നേഹിക്കപ്പെട്ട ഒരു നേതാവിനെ ലോകം കണ്ടിട്ടില്ല, കാണുകയില്ല. അവിടുത്തെ ശരീരത്തിൽ ഊറ്റി വീഴുന്ന ഒതുവെടുക്കുമ്പോൾ ഊറ്റി വീഴുന്ന വെള്ളം പോലും സഹാബത്ത് കയ്യിൽ ഏറ്റുവാങ്ങിയിട്ട് ശരീരത്തിൽ തൊട്ടുപരട്ടലാണ്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവന്റെ കയ്യിൽ നിന്ന് തൊട്ടുപരട്ടലാണ്. അത്ര സ്നേഹിക്കപ്പെടുന്ന ഒരു നേതാവ്, ആ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ ആദരവ് പ്രകടിപ്പിക്കുന്ന ശൈലിയിൽ ഭക്ഷണത്തിന് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുമ്പോൾ വിഷം ചേർത്ത് കൊടുത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ച പെണ്ണിനെ ഇനി വെച്ചാൽ പറ്റുമോ എന്ന് അനുയായികൾ ചിന്തിച്ചാൽ അവർ കുറ്റക്കാരാണോ? പക്ഷേ നബി തങ്ങളുടെ മറുപടി എന്താണ്? ഖാലലാ, നോ, വേണ്ട, അവളെ കൊല്ലണ്ട. ഇതെന്തൊരു കാരുണ്യമാണ്! അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കാരുണ്യമായി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറഞ്ഞല്ലോ നബി തങ്ങളെ കൊല്ലാൻ കഴിയില്ല. വല്ലാഹു യഅസിമുക മിനന്നാസ്, അല്ലാഹു പറഞ്ഞതാ, ഓ നബിയെ അങ്ങയെ വധിക്കാൻ കഴിയൂല, പടച്ചവന്റെ സംരക്ഷണം അങ്ങേക്കുണ്ടാകും. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നുകളയാൻ വേണ്ടി വീട് വളഞ്ഞ ശത്രുക്കളുടെ മുന്നിലേക്ക് സധൈര്യം പുറപ്പെട്ടു വന്ന് കുറച്ച് പൊടിമണ്ണ് വാരിയിട്ട് യാസീൻ സൂറത്തിന്റെ ആദ്യ ഭാഗം ഓതി ഫഹും ലാ യുബ്സിറൂൻ, അവർ കാണൂല എന്നർത്ഥം വരുന്ന ആയത്തിന്റെ അവിടെ എത്തുമ്പോൾ പൊടിമണ്ണ് അവരുടെ തലയിലേക്ക് വലിച്ചെറിയുന്നു. ആ പൊടിമണ്ണ് തലയിൽ വീണ്
എല്ലാ ശത്രുക്കളും മയങ്ങിപ്പോകുന്നു. നബിതങ്ങൾ സധൈര്യം അവരുടെ മുന്നിൽ കൂടെ ഇറങ്ങിപ്പോകുന്നു. അതാണല്ലോ ഹിജ്റ എന്ന് പറയുന്ന ആ യാത്രയുടെ തുടക്കം. സുഹൃത്തുക്കള്, അവിടെയും ശത്രുക്കളെ പരിക്ക് വെൽപ്പിച്ചില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും പത്രത്തിൽ ജലപീരങ്കി എന്നുണ്ട്. ഈ ജലപീരങ്കി ഉപയോഗിച്ചാൽ അതുകൊണ്ട് എല്ലാം ആവും, പക്ഷെ ഒന്നോട്ട് പറ്റിയില്ല. അത് പഠിപ്പിച്ചു കൊടുത്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അന്ന് ജലപീരങ്കിയല്ല, അന്ന് കുറച്ച് പൊടിമണ്ണ് വാരിയിട്ട് തലയിൽ എറിഞ്ഞിട്ട് എല്ലാവരെയും ഉറക്കിയിട്ട് ശത്രുക്കളെ കൊന്നില്ല, ശത്രുക്കളെ ശാരീരികമായി ഒന്നും ചെയ്തില്ല. അങ്ങനെയുള്ള കാരുണ്യം, അങ്ങേയറ്റത്തെ കാരുണ്യം ഇവിടെ പ്രകടിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ ഏത് വിഷയത്തിലാണ് സന്തോഷം പ്രകടിപ്പിക്കുക? അതാണ് ഖുർആൻ പറഞ്ഞത്, ഫബിദാലിക ഫലിയഫ്റഹൂ. ആ മുഹമ്മദ് നബിയാകുന്ന റഹ്മത്തിനെ കൊണ്ട് നിങ്ങൾ അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അവർ സംഘടിപ്പിക്കുന്ന മുഴുവൻ പരിപാടികളെക്കാൾ ഖൈറാണത്. അൽഹംദുലില്ലാഹ്. ഈ കുവൈത്തിലെ ICF-ന്റെ പ്രവർത്തകർ, ഇവിടെയുള്ള RSCയുടെയും KCF-ന്റെയും ഒക്കെ പ്രവർത്തകരുടെയും എല്ലാ മുഅ്മിനീങ്ങളുടെയും അതേ നല്ലത് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവരുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഈ പരിപാടി വളരെ സൈലന്റായി, ഒരു പ്രചണ്ഡമായ പ്രചരണങ്ങളുമില്ലാതെ ICF അല്ലാഹു ഇനിയും ശക്തിപ്പെടുത്തുമാറാകട്ടെ. അതിൻ്റെ വെറും സംഘടനാപരമായ അതേ ആന്തരികമായ പ്രചരണത്തിലൂടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് നിശ്ചയിച്ച സ്ഥലം മതിയാകാത്ത വിധം ഇവിടെ ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞത് എന്തിൻ്റെ പേരിലാണ്? ഇതാരുടെ സന്തോഷമാണ്? ആർക്ക് വേണ്ടിയുള്ള സന്തോഷമാണ്? അതേ ICF-ന്റെ നേതാക്കൾക്ക് വേണ്ടിയുള്ളതല്ല, കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരായ ഞങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഈ സദസ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവിടുത്തോടുള്ള ആദരവിന്റെ ഭാഗമാണ്, അവിടുത്തോടുള്ള സന്തോഷത്തിന്റെ ഭാഗമാണ്. റൂഹുൽ ബയാൻ തഫ്സീറിൽ പറഞ്ഞില്ലേ, വമിൻ തഅലീമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമലുൽ മൗലിദി. മൗലിദ് പരിപാടി നടത്തുക എന്നത് അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബഹുമാനത്തിൽപ്പെട്ടതാണ്. ലോകത്തുള്ള എല്ലാ ഇമാമിയങ്ങളും അത് രേഖപ്പെടുത്തിയില്ലേ? ഓ സുഹൃത്തുക്കളെ, അത്ര വലിയ ആദരവ് നൽകപ്പെടാൻ അർഹതപ്പെട്ട വേറെ ആരും ലോകത്തുണ്ടായിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും കാരുണ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും മകനായ ഹസൻ റളിയല്ലാഹു അൻഹു വന്നു. അഖറ ഇബ്നു ഹാബിസ് എന്ന സഹാബി സമീപത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ആ കുട്ടിയെ പിടിച്ചൊന്ന് ചുംബിച്ചു. അപ്പോൾ അഖറ പറഞ്ഞു, എനിക്ക് ഇന്നലി അശറത്തൻ മിനൽ വലദി, 10 മക്കളുണ്ട് നബിയെ. മാ ഖബൽതു മിന്നും അഹദൻ, ഒരു ഒറ്റ കുട്ടിനെ ഞാൻ ചുംബിക്കലില്ല. 10 മക്കളുണ്ട് എനിക്ക്, ഞാൻ ഒറ്റൊന്നിനും ചുംബിക്കാറില്ല. അപ്പോഴാണ് നബി തങ്ങളുടെ മറുപടി, മല്ലാ യർഹം ലാ യുർഹം. കാരുണ്യം കാണിക്കാത്തവർക്ക് കാരുണ്യം കിട്ടൂല കേട്ടോ. ചെറിയ പിഞ്ചു മക്കളോട് വലിയ കാരുണ്യം പ്രകടിപ്പിക്കണം. അവരെ ചെറിയ മക്കളെ എടുത്ത് ചുംബിക്കണം, അവരെ താലോലിക്കണം, വാത്സല്യം പ്രകടിപ്പിക്കണം. അതുകൊണ്ടിപ്പോ എന്താ കിട്ടുക? ചെറിയ കുഞ്ഞനെങ്ങനെ താലോലിച്ചിട്ട് എന്താ കിട്ടുക? ഒന്നും കിട്ടുമെന്നില്ല. അവൻ്റെ അടുത്ത് പിരിവാങ്ങാനൊന്നും കഴിയില്ല. പിന്നെന്താണ്? അവന്റെ വകയിൽ നമുക്ക് വിസ കിട്ടുമോ? അത് കിട്ടൂല, ഒന്നും കിട്ടൂല. പക്ഷെ ആ കുട്ടിയുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവും. അതേ ഒരാളുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുക, അത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഇവിടെ ഓട്ടിസം ബാധിച്ച അതേ മക്കളെ പോറ്റുന്ന മാതാക്കളെ, പിതാക്കളെ, അതേ ആ മക്കളെ സഹായിക്കുന്ന പദ്ധതി നമ്മുടെ സംഘടന ICF, അൽഹംദുലില്ലാഹ്, കേരള മുസ്ലിം ജമാഅത്ത് അതിൻ്റെ വിപുലമായ പരിപാടികൾ നടക്കുന്ന ഈ 2025, കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ
സെന്റിനറി 100ാം വാർഷികം നടത്തുകയാണ് നമ്മുടെ പ്രസ്ഥാനം. അതിലാദ്യത്തെ വർഷം ആദ്യം SSFന്റെ പരിപാടി 1 കൊല്ലം, കഴിഞ്ഞ വർഷം SOSന്റെ പരിപാടി, ഈ വർഷം മുസ്ലിം ജമാഅത്തിന്റെ പരിപാടി. ഇൻഷാ അല്ലാഹ് 2026 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്പൂർണ്ണ മഹാസമ്മേളനം. അതിന് ഇൻഷാ അല്ലാഹ് വിവരം കിട്ടുമ്പോൾ ഉടനെ ടിക്കറ്റ് എടുത്തു വെക്കണം എല്ലാവരും സമസ്തയുടെ സമ്മേളനത്തിന് വരാൻ. കാരണം പിന്നെ ടിക്കറ്റിന് പൈസ കൂടും. അപ്പൊ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്തു വെക്കണം സമസ്തയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. അത് ജീവിതത്തിൽ 100 വർഷം തികയാണ്. അത് പിന്നെ എനിക്ക് കിട്ടൂല, മുമ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഏതുപോലെ 1500ാം ജന്മദിനം എന്ന് പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം, ഇത് ഈ അടുത്ത കാലത്തൊന്നും ആർക്കും കിട്ടിയിട്ടില്ല, ഇനി നമ്മ കൊണ്ട് കിട്ടുകയില്ല. അങ്ങനെ ഓരോന്നിനോരോ പ്രത്യേകതയുണ്ടല്ലോ. ഓ സുഹൃത്തുക്കളെ, അതിന്റെ ഭാഗമായി കേരളത്തിൽ വിവിധ പരിപാടികൾ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചുകൊണ്ടേ. ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ഒരു കേരള യാത്രയുണ്ട്. ശൈഖുനാ സുൽത്താനുമ്മയുടെ കേരള യാത്ര. മുമ്പ് കേരള യാത്ര നടത്തിയതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഉസ്താദ് അവർക്ക് നടത്താൻ സാഹചര്യം അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഓരോ ജില്ലയിലും ഓരോ പരിപാടിയിൽ ഉസ്താദ് പങ്കെടുക്കുന്ന വിധത്തിലുള്ള ഒരു വിപുലമായ ഒരു കേരള യാത്രയാണ് സംഘടിപ്പിക്കാൻ വേണ്ടി സംഘടന തീരുമാനിച്ചത്. അത് കഴിഞ്ഞാൽ പിന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹ്ലൻ പരിപാടികളാണ് 1 വർഷം. അങ്ങനെ ആണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി വരുന്നത്. അതൊക്കെ എല്ലാവരും മനസ്സുകൊണ്ടൊരുങ്ങണം, എല്ലാം കൊണ്ടൊരുങ്ങണം. അതിനുവേണ്ടിയാണ് ഞാനത് സൂചിപ്പിച്ചത്. ഇരിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജന്മദിനാഘോഷ പരിപാടിയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ICF അതേ കേരള മുസ്ലിം ജമാഅത്തിന്റെ വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായി ഓട്ടിസം ബാധിച്ച കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി ഇട്ടു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, നമ്മളെ പരിപാടികൾ അങ്ങനെയാകണം. ഏത് പരിപാടിയും സമൂഹത്തിന്, ദുർബലർക്ക് ഗുണകരമാകുന്ന വിധം. സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഒരു 10 ദിർഹമുമായി പുറത്തിറങ്ങുന്നു. നേരെ ഒരു തുണി ഷാപ്പിലേക്ക് പോകുന്നു. അവിടെ നിന്ന് 4 ദിർഹം കൊടുത്തു ഒരു ഖമീസ്, ഒരു നീളക്കുപ്പായം വാങ്ങുന്നു. അത് ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ അനുയായികളിൽപ്പെട്ട ഒരാൾ, നബിയെ അതെനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നു. നബി തങ്ങളുടെ സ്വഭാവം എന്താണ്? അല്ലാഹു പഠിപ്പിച്ച സ്വഭാവമാണല്ലോ, ഖുർആൻ പഠിപ്പിച്ച സ്വഭാവമാണല്ലോ. ഖുലുഖുൽ ഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ? അതിനൊരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഖുർആനിന്റെ സാരം പറഞ്ഞു തീർക്കാൻ കഴിയാത്തതുപോലെ നബി തങ്ങളുടെ സ്വഭാവം വിവരിച്ചു തീർക്കാൻ കഴിയില്ല. അതേ അക്രിം ബി ഖൽഖി നബിയിൻ സാന ഖുലുഖു ബിൽ ഹുസ്നി മുസ്തമിനിൻ ബിൽ ബിശ്രി മുത്തസിമി മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. അവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള ശരീരം. ഓ സുഹൃത്തുക്കളെ, ലോകത്താർക്കുമില്ലാത്ത സ്വഭാവ മഹിമ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും നന്മയുമായി ബന്ധപ്പെട്ട് ബിൽ ഹുസ്നി മുസ്തമിനിൻ ബിൽ ബിശ്രി മുത്തസിമി, ഏറ്റവും അഴകായ ശാരീരിക പ്രകൃതി, അതിൻ്റെ പുറമെ എപ്പോഴും സുസ്മേരവദനായി, അതേ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടുള്ള മുഖം, പുഞ്ചിരിച്ചുകൊണ്ടുള്ള സ്വഭാവം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ഫളാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കഅബ തവാഫ് ചെയ്യുന്നു. ഫളാല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന റസൂലുള്ളാഹി നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ശരിക്കും കുറച്ചിട്ടില്ല. ബേക്കിലാണ് ഫളാല. പെട്ടെന്ന് തോന്നി മുഹമ്മദിനൊരു കൂത്തു കൊടുത്താലോ എന്ന്. കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല സമയമാണ്, ഭക്തിയിൽ ലയിക്കുന്ന സമയമാണല്ലോ കഅബ തവാഫ് ചെയ്യുന്ന സമയം. ചിലരൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയം അവർക്ക്. നമ്മളങ്ങനെയായിരുന്നു.
നമുക്ക് ഫോട്ടോ അല്ല വേണ്ടത്, അള്ളാഹുവിൻ്റെ കാരുണ്യാണ് വേണ്ടത്. എല്ലാ സ്ഥലത്തും ഫോട്ടോ എടുക്കണം അങ്ങനെ ഒരു സുന്നത്തുമില്ല. അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് ഭക്തിയാണ് നമുക്ക് ആവശ്യം. അള്ളാഹു അത് സ്വീകരിച്ചു കിട്ടണം, ആ ചിന്തയാണ് വേണ്ടത്. ഫോട്ടോ എടുക്കുന്നവർ ചിലപ്പോൾ കായബത്തുള്ള ബഹുമാനം കൊണ്ടൊക്കെ ആയിരിക്കും, അതുകൊണ്ട് അവരൊക്കെ മോശക്കാരാണ് നമ്മളങ്ങനെ തീരുമാനിച്ച് അവരെ കുറ്റം പറയുന്നതും വേണ്ട. കാരണം അവരെ മനസ്സ് ആ കായബത്തുള്ള ബഹുമാനവും സ്നേഹവും ആയിരിക്കും. എന്നെല്ലാമാലും പിന്നെ നീയാത്തുന്നാണല്ലോ. പക്ഷേ നമ്മൾക്ക് എപ്പോഴും ആലോചിക്കേണ്ടത് ഭക്തിയാണ് നമുക്ക് ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്തിപൂർവ്വം തവാഫ് ചെയ്യല്ലേ? ഇപ്പൊ ബേക്കുന്നൊരു കൂത്തം കൊടുത്താൽ എന്താ? അത് ചിന്തിക്കുമ്പോൾ നബി തങ്ങൾ വിളിക്കുന്നു ഫളാല. എന്താ ലബ്ബൈക യാ റസൂലല്ലാഹ്, എന്താണ് നിങ്ങളെ മനസ്സ് മന്ത്രിച്ചത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല, എന്താ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞു. നബി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇസ്തഗ്ഫിരില്ലാ, അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ചാളാ. എന്താണ് നിങ്ങളെ മനസ്സ് മന്ത്രിച്ചത്? നബി തങ്ങളുടെ ചോദ്യമാണ്. ഫളാല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ചേർത്ത് പിടിക്കുന്നു. നബി തങ്ങൾ എനിക്ക് എന്നെ ചേർത്ത് പിടിച്ച് ആശീർവാദം തരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ ആ ചിന്ത അങ്ങ് പോയി എന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു. ഓ സുഹൃത്തുക്കളെ, അവിടെ പുഞ്ചിരിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതാണ് ബിൽ ഹുസൈനി മുസ്തമിലിൻ ബിൽ ബിശിരി മുത്തസിമി. അങ്ങനെ എത്ര സംഭവങ്ങളാണ്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കുറച്ച് ചെറുപ്പക്കാർ അവർ ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടില്ല. ബാങ്ക് കേട്ടപ്പോൾ അവർ ബാങ്കിനെ പരിഹസിച്ചുകൊണ്ടൊരു ബാങ്ക് വിളിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് അബൂ മഹദൂറയാണ്. അവരെല്ലാവരെയും നബി തങ്ങളെ പട്ടാളം പിടിച്ചുകൊണ്ടുവന്ന് മുന്നിലെത്തി. ആരാണ് നിങ്ങളിൽ ഉറക്കെ ശബ്ദിച്ചത്? എല്ലാവരും പറഞ്ഞു അബൂ മഹദൂറയാണ്. അപ്പൊ ഞാൻ ഇവനിവിടെ നിൽക്കട്ടെ, നിങ്ങളൊക്കെ പൊയ്ക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മഹദൂറ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. അബൂ മഹദൂറയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു തരും പോലെ നിങ്ങളൊരു ബാങ്ക് വിളിക്കണം. അബൂ മഹദൂറക്ക് ബാങ്കിന്റെ വാചകങ്ങൾ ഓരോന്നോരോന്ന് ചൊല്ലിക്കൊടുത്തു. അദ്ദേഹം ബാങ്ക് വിളിച്ചു. കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വെള്ളിയുടെ കഷ്ണം അദ്ദേഹത്തിന് മെമൻഡോ കൊടുത്തു. പരിഹസിച്ച ആളാണ് ഈ ചെറുപ്പക്കാരൻ. അതിൻ്റെ ശേഷം അതിനേക്കാൾ വലുതാണല്ലോ ബറക്കത്ത് നൽകൽ, പണത്തേക്കാൾ വലുതാണല്ലോ. അവിടുത്തെ മൂർധാവിൽ കൈയവിടെ വെച്ചു. അതിങ്ങനെ തടകി അവിടുത്തെ പൊക്കിള് വരെ അങ്ങോട്ട് തടകി. അബൂ മഹദൂറ പറയാണ്, എൻ്റെ മനസ്സാകെ മാറിപ്പോയി. എനിക്ക് നബിയേക്കാൾ ഇഷ്ടപ്പെട്ട ഒരാളും പിന്നെ ഇല്ല, ബാങ്കിനേക്കാൾ താല്പര്യമുള്ള ഒരു പരിപാടിയും പിന്നെ ഇല്ല. ഞാൻ പറഞ്ഞു, മക്കയിൽ ബാങ്ക് വിളിക്കാൻ ഡ്യൂട്ടി എനിക്ക് തരുമോ നബിയേ? നബി തങ്ങൾ മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ ബാങ്ക് വിളിക്കുന്ന ഡ്യൂട്ടി തന്നു എനിക്ക്. പിന്നീട് ഞാൻ മക്കയിൽ ബാങ്ക് വിളിക്കുന്ന ആളായി. സുഹൃത്തുക്കളെ, അങ്ങനെ ഏത് എതിരാളിയെയും പരിഹസിച്ചവരെയുമെല്ലാം സ്വഭാവത്തിലൂടെ കീഴടക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം ധരിച്ച് 10 ദിർഹമിൽ നിന്ന് 4 ദിർഹം കൊടുത്ത് വസ്ത്രം വാങ്ങി കുപ്പായം വാങ്ങി വരുമ്പോ അതെനിക്ക് തരുമോ എന്ന് ചോദിച്ച അനുയായി കൂരിക്കൊടുക്കുകയാണ്. والبحيري في كرم الدهري فيه ممي. ഇമാം ബൂസരി പറഞ്ഞില്ല, കടല് പോലത്തെ കൊടുതിയാണ്. കടലിന്റെ കൊടുതി പറയണോ? എല്ലാ സ്ഥലത്തുമുള്ളവർക്ക് ഭക്ഷണം നൽകുന്നു കടല്. അതിലാളുകൾ അറിയുന്നൊന്നുമില്ല. മുസ്ലിം പോയാലും മീൻ കിട്ടും, അമുസ്ലിം പോയാലും മീൻ കിട്ടും, ഏത് മനുഷ്യൻ പോയാലും മത്സ്യം കിട്ടും. എല്ലാവർക്കും കൊടുക്കുന്നതല്ലേ കടലിന്റെ സ്വഭാവം. കൽബഹൈരി ഫീ കറമിൻ. അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബി തങ്ങൾ കുപ്പായം ഊരിക്കൊടുക്കുന്നു. 4 ദിർഹം കൊടുത്ത് വാങ്ങിയതേ ഉള്ളൂ. ആ കുപ്പായം ഊരിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പോയി ഒരു കുപ്പായം കൂടി 4 ദിർഹം കൊടുത്ത് വാങ്ങി. അതും വാങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സ്ത്രീ കരയുന്നത് കാണുന്നു. ആ സ്ത്രീയോട് ചോദിച്ചു, എന്തിനാ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ കരയുന്നത് എൻ്റെ മുതലാളിമാർ 2 ദിർഹം തന്ന് സാധനം വാങ്ങാൻ പറഞ്ഞയച്ചതാണ്. ആ 2 ദിർഹമും കളഞ്ഞുപോയി.
നഷ്ടപ്പെട്ടു പോയി. നബി തങ്ങൾ കയ്യിലുള്ള 2 ദിർഹം ആ സ്ത്രീക്ക് കൊടുത്തു. വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയാൽ വല്ലാത്ത സങ്കടമാണ്. ആർക്കും ഉണ്ടാകുന്നൊരു സങ്കടമാണ്. ചെറുതായാലും വലുതായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, നഷ്ടപ്പെട്ടു പോയാൽ വലിയ സങ്കടമാണ്. ഞാനിപ്പോ ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റാഫ്, സിറാജുൽ ഹുദക്ക് 1000-ലധികം സ്റ്റാഫ് ഉണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാഫ്, അദ്ദേഹം ഒരു സ്ഥലത്തെ പ്രിൻസിപ്പളാണ്. അദ്ദേഹം UK പോവാണ്. മകന്റെ ഒരു ബിരുദ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഭാര്യയും കൂടി പോവാണ്. തലേ ദിവസം ഉണ്ട് ഇപ്പോഴും എൻ്റെ ഫോണിൽ അദ്ദേഹത്തിൻ്റെ വോയിസ്. അദ്ദേഹം പറയണു, ഉസ്താദേ ഇന്നലെ രാത്രി ഒരു മിനിറ്റ് ഉറങ്ങിയിട്ടില്ല, എൻ്റെ പാസ്പോർട്ടും ഭാര്യൻ്റെ പാസ്പോർട്ടും കാണുന്നില്ല. പിറ്റേ ദിവസം പോകേണ്ടതാണ്, ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട്, നിങ്ങൾ ബേജാറൊന്നും വേണ്ട, അള്ളാഹു എന്താ ഹൈർ വെച്ചതെന്ന് നമുക്ക് അറിഞ്ഞൂടാലോ, പോയിരിക്കലോ ഒന്നും അറിയില്ലല്ലോ, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ദിക്ർ അദ്ദേഹത്തിന് വാട്സപ്പിൽ ഇട്ടു കൊടുത്തു. ഇമാം നബവി റളിയല്ലാഹു അൻഹു വസ്തു നഷ്ടപ്പെട്ടു പോയാൽ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ഒരു ദിക്റാണത്. ഞാൻ ആ ദിക്റും അതിൻ്റെ കൂടെ വേറെ 1-2 വിഷയങ്ങളും അദ്ദേഹത്തിന് ഞാൻ വാട്സപ്പിൽ ഇട്ടു കൊടുത്തു. അങ്ങനെ ഞാൻ സിറാജുൽ ഹുദയിലേക്ക് പോയി. കുറച്ച് കഴിയുമ്പോണ്ട് ഇയാൾ വാട്സപ്പിൽ, ഇപ്പോഴും എല്ലാം വാട്സപ്പിലുണ്ട്, അയാള് ഉസ്താദേ കിട്ടിയെന്ന് പറഞ്ഞു. അദ്ദേഹം കരയാണ്, അദ്ദേഹത്തിന്റെ സന്തോഷം കൊണ്ട് കരയാണ്. കിട്ടിയെന്ന് പറഞ്ഞു. എങ്ങനെ കിട്ടി? അതാ പെട്ടിയിലുണ്ടായിരുന്നു. 100 പ്രാവശ്യം നോക്കിയതാ, കണ്ടിട്ടില്ല, പെട്ടി തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്നൊരു പ്രയാസം പറയണ്ടല്ലോ. ഈ സ്ത്രീ മുതലാളിമാര് കൊടുത്ത 2 ദിർഹം പോയിപ്പോയതാ, അത് പോട്ടെ നോക്കാൻ പറ്റൂല. അവള് അടിമ സ്ത്രീയാണ്. അവള് മുതലാളിനോട് എന്താ പറയാ, കരയാണ്. നബി തങ്ങൾ ഉടനെ 2 ദിർഹം അങ്ങും കൊടുത്തു. അത് കയ്യിൽ കിട്ടി. അവൾ തിരിച്ചു പോകുമ്പോൾ വീണ്ടും അവൾ കരയാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, കിട്ടിയില്ലേ? 2 ദിർഹം കിട്ടി, പിന്നെ എന്നെ കരയുന്നത്? നബിയെ, ഞാൻ ഭയപ്പെടുന്നു, അയ്യൂരി അവരെന്നെ അടിക്കുമെന്ന് ഭയപ്പെടുന്നു. സമയം വൈകിയില്ലേ, അപ്പൊ അടി കിട്ടുമോന്ന് പേടിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ വരാം. നബി തങ്ങൾ കൂടെ തന്നെ പോവുകയാണ്, അടിമ സ്ത്രീയുടെ കൂടെ. ഓ സുഹൃത്തുക്കളെ, സാന്ത്വന പ്രവർത്തനങ്ങൾ, അതേ പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ, അവിടെയല്ലേ നബിതങ്ങൾ വളരെ മുൻപന്തിയിലുള്ള ഒരു കാര്യം. അതല്ലേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഇന്നക ലതസിലുർ റഹിമ, ഓ നബിയെ തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. വതസ്തുഖുൽ ഹദീസ്, സത്യം മാത്രം പറയുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല, പ്രയാസമുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ആളാണ്. വതക്സിബുൽ മഅദൂം, ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. വതുഈനു അലാ നവായിബിൽ ഹഖ്, സത്യത്തിനെതിരെ ഏത് ഭീഷണി വന്നാലും അവിടെ സത്യത്തിന്റെ കൂടെ ഉറച്ചു നിന്ന് നിൽക്കുന്ന ആളാണ്, സഹായിക്കുന്ന ആളാണ്. ഇരിക്കട്ടെ, നബിതങ്ങൾ ആ പെണ്ണിന്റെ കൂടെ പോയി. ചെന്നിട്ട് ആ വീട്ടിന്റെ സമീപത്തിൽ അസ്സലാമു അലൈക്കും, ഒരു വീട്ടിൽ കയറുമ്പോൾ സമ്മതം ചോദിച്ചിട്ടേ കയറാൻ പാടുള്ളൂ. ചില ആൾക്കാരുണ്ട്, ഒരു വീട്ടിൽ പോയാൽ അങ്ങനെ തന്നെ അങ്ങ് അടുക്കളയിലേക്ക് പോകുന്നതല്ലേ. നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ താരം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ പോകാൻ പാടുണ്ടോ? പോകാൻ പാടില്ല. അങ്ങനെ പോകാൻ പാടില്ല എന്ന് മാത്രമല്ല, സ്വന്തം ഭർത്താവായാൽ പോലും അവര് നാട്ടിലേക്ക് കുവൈത്ത് നാട്ടിൽ പോകുമ്പോൾ നേരത്തെ തന്നെ വിവരം അറിയിക്കണം, ഇന്ന ദിവസം ഞാൻ വരുമെന്ന് അറിയിക്കണം. ഇപ്പോഴത്തെ ഒരു പുതിയ പരിഷ്കാരം, ഒന്നും പറയാതെ കാര്യം കഴിയില്ല, ഒരു നിലക്കും പാടില്ലാത്ത പരിപാടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. നേരത്തെ വിവരം അറിയിക്കണം, ഇന്ന സമയത്ത് വരും എന്നറിയിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അങ്ങനെ വിവരം അറിയിക്കാതെ ഒരാൾ വീട്ടിൽ കയറി ചെന്നപ്പോ ഭാര്യ ബോധം കെട്ട് വീണ് മരിച്ചുപോയ സംഭവം കേരളത്തിലുണ്ടായില്ലേ? നബി തങ്ങളുടെ റഹ്മത്താണിത്. നേരത്തെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിത രീതി വേണം, പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പറയാതെ അറിയിക്കാതെ പോകാൻ പാടില്ല. അതിന്റെ ഭവിഷ്യത്ത് നമുക്ക് മനസ്സിലാവില്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, വേണ്ടാത്ത ചില വസുവാസി ഈ ശൈത്താൻ നമ്മളെത്തുണ്ടാവും. അതിൽപ്പെട്ട ഒന്നാണ്, ചില പെണ്ണുങ്ങൾക്ക് തോന്നുക ഭർത്താവിന്റെ ഫോൺ എടുത്ത് പരിശോധിക്കട്ടെ. ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നല, ഭർത്താവിന്റെ ഫോൺ എടുത്തൊന്ന് പരിശോധിക്കുക. ചില പുരുഷന്മാർക്കും അവന് പുരുഷന്മാരെ പെടുത്താൻ പറ്റുമെന്നുള്ള വേറെ വിഷയമാണ്. അങ്ങനെ അവർക്കുണ്ട് ചില സ്വഭാവം. ഭാര്യന്റെ ഫോണൊന്നും എടുത്ത് പരിശോധിക്കുക. എന്തിന്? അങ്ങനെ ഒരു ഭാര്യയെ സംശയിക്കാൻ പാടുണ്ടോ? അങ്ങനെ ഒരു ഭർത്താവിനെ സംശയിക്കാൻ പാടുണ്ടോ? അങ്ങനെ സംശയിച്ചാൽ ലോകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നടത്താൻ പറ്റുമോ? ഒരിക്കലും അങ്ങനെ ഒരു സംശയത്തിന്റെ ലോകത്ത് നമ്മൾ ജീവിക്കാൻ പാടില്ല. ഖുർആൻ പഠിപ്പിച്ചില്ലേ നമ്മളോട്, ആളുകളെ പറ്റി തെറ്റായ ധാരണകൾ വെച്ച് പുലർത്താൻ പാടില്ല. തെറ്റാണത്. ആരെ പറ്റിയും, പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഭാര്യയെ കുറിച്ച്, നമ്മുടെ കൂടെ ജീവിച്ച് നമ്മളെ സംരക്ഷിക്കുന്ന ഭർത്താവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ പാടുണ്ടോ? സുബ്ഹാനല്ലാഹ്, പള്ളിയിലെ ഇമാമിന് കൂടെ നമ്മൾ നിസ്കരിക്കുകയാണ്. ഇമാമിനൊരു സംശയം, ഇമാമായിട്ട് ഞാൻ ജുമ നിസ്കരിക്കുന്നതിന് കൈകെട്ടിയിട്ട് ബേക്കിലുള്ളവർ തുറന്നിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക?
പിന്നെ അയാൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറ്റുമോ? മൗമൂമയ്ക്ക് ഒരു സംശയം, ഞങ്ങളൊക്കെ സുജൂദ് ചെയ്യുമ്പോൾ ഇയാൾ എണീറ്റ് പോയാൽ നമ്മളെന്താ ആക്കുക? ഇങ്ങനെ സംശയിച്ചാൽ ജുമസ്കരിക്കാൻ പറ്റുമോ? അങ്ങനെ സംശയിക്കാൻ പാടില്ല. നേതാക്കളെ സംശയിക്കുന്ന അനുയായികൾ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ അനുയായികളെ വിരട്ടുന്ന നേതാക്കളും ഉണ്ടാകാൻ പാടില്ല. ഒക്കെ ശരിയായ തത്വമാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. നമ്മളറിയാത്ത പല സംഗതികളും ചിലപ്പോൾ പരിഗണിക്കപ്പെടേണ്ടതും അവഗണിക്കപ്പെടേണ്ടതുമുണ്ടാകും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ചെന്ന് സലാം പറഞ്ഞു. അല്ലാതെ വീട്ടിലും കയറി പോയിട്ടൊന്നുമില്ല. നബി തങ്ങൾക്ക് അതിനൊക്കെയുള്ള അധികാരമൊക്കെ ഉണ്ട്. അധികാരമൊക്കെ പ്രവർത്തിക്കില്ല. അങ്ങനെ സലാം ചൊല്ലിയപ്പോൾ അവർ മടക്കിയില്ല. നബി തങ്ങൾ വീണ്ടും സലാം ചൊല്ലി, മടങ്ങി. രണ്ടാമത് വീണ്ടും വന്ന് സലാം ചൊല്ലി, മടക്കിയില്ല. വീണ്ടും മടങ്ങി, വീണ്ടും സലാം ചൊല്ലി. അപ്പോൾ അവർ സലാം മടക്കി. നബി തങ്ങൾ ചോദിച്ചു, ആദ്യം ഞാൻ സലാം ചൊല്ലി നിങ്ങൾ കേട്ടിട്ടില്ലേ? അവരെ മറുപടി എന്താ അറിയോ? കേട്ടിരുന്നു. പിന്നെന്തേ മടക്കാതിരുന്നത്? നബിയെ, തങ്ങൾ പറയുന്നത് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്നല്ലേ? അത് കുറെ കൂടുതൽ പറയട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ. ഒരിക്കൽ പറഞ്ഞു, പിന്നെയും പറഞ്ഞു, ആവർത്തിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനം കൂടുതൽ കിട്ടില്ല. അത് കൂടുതൽ തങ്ങളെ നാവ് കൊണ്ട് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. സംഗതി ഇത് റോങ് അല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പക്ഷേ റോങ് ആണെങ്കിലും ചെയ്തത് നല്ല ഉദ്ദേശത്തോടെയാണല്ലോ, നല്ല നിയ്യത്തോടു കൂടിയാണല്ലോ. നബി തങ്ങൾ അവരെ ആക്ഷേപിച്ചില്ല. സ്നേഹത്തിന്റെ പേരിൽ ചെയ്തതാണ്. സ്നേഹത്തിന്റെ പേരിൽ ചെയ്താൽ ആക്ഷേപിക്കാൻ പറ്റൂല. ഉസ്താദിന്റെ പുറത്ത് കൊതുവിനെ കണ്ട്, അപ്പൊ ശിഷ്യനിക്ക് വല്ലാത്തൊരു വിഷമം. ഇപ്പൊ ഉസ്താദിനെ കടിക്കുമല്ലോ, ഒരടി കൊടുത്ത്. എന്താണ്, നീ എന്നെ അടിച്ചോ? ഇല്ല ഉസ്താദെ, കൊതുവിനെ കണ്ടിട്ട് അടിച്ചതാ എന്ന് പറഞ്ഞാൽ ആ ഉസ്താദ് എന്ത് വേണം? അതൊക്കെ വെറുതെ പറയാണ്, ഇന്നലെ അടിച്ചതിന് പകരാണല്ലേ എന്ന് ഉസ്താദ് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് കൊതുവിനെ കണ്ടിട്ടാണെന്ന് വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിച്ചു ആ പറഞ്ഞതിൽ. കാരണം അസ്സലാമു അലൈക, അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന ആശംസയാണ്. അത് എന്തിനാണ്? അത് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പറയണമെന്നല്ലേ? വഅലൈക്കും അസ്സലാം പറയണമെന്നല്ലേ? ഇദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ, ഖുർആൻ പറഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ വേറെ ഏത് സമുദായത്തിനാണുള്ളത്, ആർക്കാണുള്ളത് ഇങ്ങനെ ഒരു നേതാവ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അനുയായികൾ ഖിയാമത്ത് നാൾ വരെ ഓരോ ദിവസവും ചുരുങ്ങിയത് 5 or 5 തവണ ആ നേതാവിനെ വിളിക്കുന്നു, നേതാവിന് ആശംസയർപ്പിക്കുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയേ അങ്ങയ്ക്ക് സമാധാനം. അങ്ങനെ അർപ്പിക്കുമ്പോൾ സാധാരണ നേതാവല്ലല്ലോ. മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു റൂഹി ഫറദ്ദ അലൈഹിസ്സലാം. അവിടുന്ന് പഠിപ്പിക്കുന്നു, എനിക്ക് നിങ്ങളെ സലാം മടക്കാൻ എൻ്റെ ആത്മാവിനെ അല്ലാഹു തിരിച്ചു തന്ന് സംവിധാനിച്ചു തന്നിട്ടുണ്ടാകും. നിങ്ങൾ ചൊല്ലിക്കോളൂ, ഖിയാമത്ത് നാൾ വരെ ഞാനത് മടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഏത് രാജ്യത്ത് വെച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബി പറഞ്ഞാലും ഖബറിൽ അവിടുന്ന് അറിയുന്നു, അവിടുന്ന് വഅലൈക്കുമുസ്സലാം, അലൈക്കുമുസ്സലാം സലാം മടക്കുന്നു. അത് വലിയ സന്തോഷം ലഭിക്കുന്ന കാര്യമാണ് സുഹൃത്തുക്കളെ. അത് ഖിയാമത്ത് നാൾ വരെ തുടർത്തുകയാണ്. അതാണല്ലോ നമ്മുടെ നിസ്കാരത്തിലെ സലാം. ഇരിക്കട്ടെ, നബിതങ്ങളോട് അവരിത് പറഞ്ഞപ്പോൾ നബിതങ്ങൾ അതിൽ സംതൃപ്തി രേഖപ്പെടുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ചോദിച്ചു, തങ്ങൾ എന്തിനാ വന്നത്? അത് ഈ പെണ്ണ് കരയുന്നു, നിങ്ങൾ അടിക്കുമോ എന്ന് വിചാരിച്ച് കരയുന്നു, എന്നെ റെക്കമെൻഡ് ചെയ്യാൻ വന്നതാ. നബിതങ്ങൾ അവര് പറയാണ്, ഓ നബിയെ, തങ്ങൾ വന്ന സ്ഥിതിക്ക് അതാ വഹിയ ഹുറത്തുൻ വജ്ഹില്ലാഹ്, തങ്ങൾ വന്ന സ്ഥിതിക്ക് അവളെ ഞങ്ങൾ സ്വതന്ത്രമാക്കി വിട്ടു. നബിതങ്ങൾ പറഞ്ഞു, വല്ലാത്ത ബറക്കത്തുള്ള 10 ദിർഹം. 4 ദിർഹം കൊണ്ട് അള്ളാന്റെ നബിക്കല്ല വസ്ത്രം കൊടുത്തു. 4 ദിർഹം കൊണ്ട് ഒരു പാവപ്പെട്ട പെണ്ണിന് പാവപ്പെട്ട വ്യക്തിക്കല്ല വസ്ത്രം കൊടുത്തു. 2 ദിർഹം കൊണ്ട് ഒരു പെണ്ണ് മോചിപ്പിക്കപ്പെട്ടു. വല്ലാത്ത ബറക്കത്തുള്ള ദിർഹം. സുഹൃത്തുക്കളെ, കുറേ ഉണ്ടാക്കി വെച്ചാൽ അതല്ല ബർക്കത്ത്. പിന്നെ അതിൻ്റെതായ സ്ഥാനത്ത് ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് ബർക്കത്ത്. അതാണ്, അത് സ്ഥാനത്ത് ചെലവഴിക്കാൻ സാധിച്ചു. അതാണ് നബി തങ്ങൾ പറഞ്ഞു, വല്ലാത്ത ബറക്കത്തുള്ള ദിർഹം.
നബിതങ്ങളുടെ ഔദാര്യം, അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം നല്ല സ്വഭാവങ്ങൾ മനുഷ്യന് പുലർത്താൻ പറ്റുമോ അതിലെല്ലാം ഏറ്റവും മുൻപന്തിയിലുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കണം, കൂടുതൽ അറിയണം, കൂടുതൽ കേൾക്കണം, കൂടുതൽ പുകഴ്ത്തണം, എല്ലാം കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കണം. ഉള്ളത് നിർത്തുകയല്ല വേണ്ടത്, എല്ലാം കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കണം. അങ്ങനെയാണ് എവിടെയും സമൂഹത്തിന് നൽകേണ്ട മെസ്സേജ് അതാണ്. ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഹൈസുമാ കുന്ത, ഏത് കുവൈത്തിലായാലും ഏത് നാട്ടിലായാലും എവിടെയും വല്ല അബദ്ധവും തെറ്റും വന്നുപോയാൽ അതിനെ മയച്ചു കളയാൻ വേണ്ടി നന്മ അതിനോട് പിന്തുടർത്തി ചെയ്യണം. നബി തങ്ങളുടെ ഉപദേശമാണ് എല്ലാ മനുഷ്യരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ടവരും ജോലിയിൽ നിന്ന് വന്നവരും അതുപോലെ പല സംഗതി ഉണ്ടാവും. റസൂലുള്ളാഹിന്റെ മദ് പറഞ്ഞിട്ടുണ്ടോ, എപ്പോഴെങ്കിലും തീരുന്നു. ബാലഗൽ മുദ്ദാഹു ഫി ഔസാഫിഹി ഫമാ ബലഗ് ബാലിഗും മിശാറമ ഉതി ബിമാ ഫിൽ ബാലി ബാൽ. ഒരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയൂലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യവും അവിടുത്തെ മഹത്തായ സ്വഭാവവും. ഒരു ദിവസം സഹാബത്തിനും ഈ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. അതെ, സഹാബത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ അതാ ഒരൊട്ടകം വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് ആ ഒട്ടകം നബി സല്ലല്ലാഹു തങ്ങളുടെ അടുക്കൽ വെച്ച് എന്തോ ഒന്ന് ശബ്ദിക്കുന്നു. നബി തങ്ങൾ അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നു. കേട്ടതിന് ശേഷം ആ ഒട്ടകത്തോട് പറയാണ്, ഓ ഒട്ടകമേ, ഇൻകുന്ത സാദിഖൻ, നീ പറഞ്ഞത് നേരാണെങ്കിൽ, നീ സത്യം പറഞ്ഞ ഒട്ടകമാണെങ്കിൽ അതിന്റെ ഗുണം നീ അനുഭവിക്കും. അല്ല, നീ കളവാണ് പറഞ്ഞതെങ്കിൽ അതിന്റെ ദോഷം നീ അനുഭവിക്കും. സഹാബത്തിനൊന്നും മനസ്സിലായില്ല. സഹാബികൾ ചോദിച്ചു, എന്താണ് ഈ ഒട്ടകം പറയുന്നത്? ഒട്ടകം പറയുന്നത്, ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥന്മാർ ആ ഒട്ടകത്തെ നന്നായി ഉപയോഗപ്പെടുത്തി, വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, നന്നായി ഉപയോഗപ്പെടുത്തി അതിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതിനെ അറുക്കാൻ നോക്കുകയാണ് അവര്. കുറച്ച് ഞെരിക്കം വന്നപ്പോ അങ്ങനെ ഓടി വന്നതാണ് ഈ ഒട്ടകം. നിങ്ങൾ നബിയോട് വന്ന് സഹായം തേടിയിരിക്കുകയാണ് ഈ ഒട്ടകം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുണ്ട് ഒരു ടീം അങ്ങ് ഇങ്ങനെ വരുന്നു. അവർ വന്നിട്ട് വരുമ്പോ ഈ ഒട്ടകം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേഗം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന്, ചെറിയ കുട്ടികളുണ്ടല്ലോ പേടിച്ചിട്ട് ഉമ്മാന്റെ അടുത്ത് പോയി നിൽക്കുന്നു, അതുപോലെ ഒട്ടകം വന്ന് നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, ഞങ്ങളെ ഒട്ടകമാണ് 3 ദിവസമായി കാണാത്ത, ഇപ്പൊ എവിടെയാ കണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ച് ഒട്ടകം കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്, ആ കംപ്ലൈന്റ് സംഗതി കേട്ടു മോശമാണ്. അപ്പോൾ അതേ, നിങ്ങൾ അതിനോടൊരു നന്ദി കാണിക്കാത്ത വിധത്തിൽ പെരുമാറുന്നു, നിങ്ങൾ അതിനെ അറുക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് സംഗതി ശരി തന്നെയാണ്, ഞങ്ങൾ അറുക്കാൻ വിചാരിച്ചത് തന്നെയാണ്. അപ്പം നിങ്ങൾ അങ്ങനല്ലല്ലോ, ഇത്രയും അധ്വാനിച്ച് നിങ്ങൾക്ക് ജോലി എടുത്തു തന്ന ഈ ഒട്ടകത്തോട് അങ്ങനെയല്ലല്ലോ നമ്മൾ കാണിക്കേണ്ട സ്വഭാവം. അപ്പൊ എന്നാ പിന്നെ ഞങ്ങൾ അറക്കുന്നില്ല, വിൽക്കുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾ പറഞ്ഞത് നേരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് ഈ കാപട്യമുള്ളവരുടെ മനസ്സിൽ കാരുണ്യം ഉണ്ടാവില്ല. അതിനെ എനിക്ക് 100 ദിർഹമിയാന്തരങ്ങൾ വിൽക്കുമെന്ന് ചോദിച്ചു. അവർ നബി തങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഒട്ടകത്തോട് പറഞ്ഞു, നീ പൊയ്ക്കോ, നിന്നെ ഞാൻ സ്വതന്ത്രമാക്കി വിട്ടു, ഇനി മുതലാളിമാരൊന്നും ഇല്ല. അയ്യുഹൽ ബൈർ ഇൻതലിഖ ഫഅൻത ഹുറുൻ ലിവജിഹില്ലാഹ്. അപ്പോൾ ആ ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു ശബ്ദം, ആ ശബ്ദം സഹാബത്ത് കേൾക്കുന്നു. നബി തങ്ങൾ ആമീൻ എന്ന് ചൊല്ലുന്നു. വീണ്ടും ശബ്ദിക്കുന്നു. നബി തങ്ങൾ ആമീൻ വീണ്ടും ശബ്ദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ എന്ന് പറയുന്നു. സഹാബത്ത് എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടകം ദുആ ചെയ്തതാണ്. എന്താ ദുആ ചെയ്തത്? ഓ നബിയേ, അതേ 3 പ്രാവശ്യം 3 കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പിന്നീട് ആ ഒട്ടകം എന്തോ ശബ്ദിച്ചപ്പോ നബിതങ്ങൾ കരഞ്ഞു.
ശേഷം സഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയാണ്. ഒട്ടകം എന്താ പറഞ്ഞത്? അതേ ആദ്യം പറഞ്ഞത്, ഓ നബിയേ ജസാക്കല്ലാഹു അയ്യുഹൻ നബിയു അനിൽ ഇസ്ലാമി വൽ ഖുർആനി ഖൈറാ. ഖുർആൻ പ്രചരിപ്പിച്ച്, ഖുർആൻ പഠിപ്പിച്ച്, ഇസ്ലാമിനെ പ്രചരിപ്പിച്ച വകയിൽ തങ്ങൾക്കുള്ള വലിയ പ്രതിഫലം തരട്ടെ എന്നാണ് ഒട്ടകം പറഞ്ഞത്. അപ്പൊ ഞാൻ ആമീൻ പറഞ്ഞു. പിന്നീട് ആ ഒട്ടകം പറഞ്ഞത്, തങ്ങളെ ഉമ്മത്തിന്റെ ഭീതി അല്ലാഹു അടക്കിത്തരട്ടെ ഖിയാമനാളിൽ. എൻ്റെ ഭീതി അവിടുന്ന് അടക്കിയല്ലോ. ഞാൻ അപ്പോഴും ഫഖുൽതു ആമീൻ. പിന്നെ പറഞ്ഞു, ശത്രുക്കളിൽ നിന്ന് അങ്ങയുടെ ഉമ്മത്തിന്റെ രക്തം അല്ലാഹു തആല കാക്കട്ടെ, എൻ്റെ രക്തം നിങ്ങൾ കാത്തതുപോലെ. ഫഖുൽതു ആമീൻ. നാലാമതൊട്ടകം ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു. അതെന്താണ്? ലാ ജഅലല്ലാഹു ബഅസ ഉമ്മത്തിക ബൈനഹാ. തങ്ങളെ ഉമ്മത്തുകൾ തമ്മിലടിക്കാതെ, തമ്മിൽ സംഘട്ടനമില്ലാതെ, അവർക്കിടയിൽ ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ അല്ലാഹു ആക്കി തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആമീൻ പറയാതെ കരഞ്ഞു. കാരണം ആദ്യം പറഞ്ഞ 3 കാര്യവും ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയ സംഗതിയാണ്. നാലാമത്തെ ഈ കാര്യം ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഈ സമുദായത്തിന്റെ ഭിന്നിപ്പും സമുദായത്തിന്റെ തമ്മിലടിക്കലും അത് ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കരഞ്ഞു. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ തീരുമാനങ്ങളൊന്നും നമുക്ക് മറികടക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ജീവിക്കും കാരുണ്യം. അതാണല്ലോ നമ്മൾ പറഞ്ഞു വന്ന കാര്യം. അള്ളാഹു അവിടുത്തെ റഹ്മത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇനി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാം എന്നോട് കാരുണ്യം കാണിക്കണം. എന്നോട് കാരുണ്യം കാണിക്കണം എന്ന് പറയാൻ കാരണം, നിങ്ങളിൽ പലർക്കും അറിയാം, ഇവിടെ എത്രയോ കാലമായി ഞാൻ വിരലും പോകലൊക്കെ ഉണ്ട്. കുറ്റ്യാടി സിറാജുൽ ഹുദ എന്ന സ്ഥാപനം 19 സെന്റ് സ്ഥലത്ത് ഓല ഷെഡ് കെട്ടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അന്നത്തെ ഒരു സാഹചര്യം, ഏകദേശം 70 കൊല്ലത്തോളം നബിതങ്ങൾ ജനിച്ച വിവരം കുറ്റ്യാടിയിലെ ഒരു കുട്ടിയും അറിയാറില്ല. ഒരു നബിദിന പരിപാടി നടക്കാറില്ല, ഒരു മിഠായി പോലും കുട്ടികൾക്ക് കിട്ടാറില്ല. ഇമാമിങ്ങളൊക്കെ പറഞ്ഞത്, കുടുംബക്കാർക്ക്, വീട്ടുകാർക്ക്, ഭാര്യയ്ക്ക്, മക്കൾക്കൊക്കെ അന്നത്തെ ദിവസം നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, ഇതൊക്കെ റസൂലുള്ളാഹിനെ വാങ്ങിച്ചിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുകയും കൂടി വേണമെന്നാണ് ഇമാമിങ്ങളൊക്കെ നൂറ്റാണ്ടുകൾക്കും കിതാബിൽ എഴുതി വെച്ചത്. അങ്ങനത്തെ ഒരു പരിപാടിയില്ലാല്ലോ, ഒരു മിഠായി പോലും കിട്ടില്ല. ഞാൻ കുറ്റ്യാടിയിൽ പോയി ആദ്യം പ്രസംഗിച്ചത് തന്നെ എപ്പോഴാണെന്നറിയോ? ഒരാൾ വന്നിട്ട് അവിടെ അടുക്കത്ത് തന്നെ സ്ഥലത്ത് വന്നിട്ട് പ്രസംഗിച്ച്, ഒരു വീട്ടിലൊരു മൗലിദ് ഉണ്ടായിരുന്നു. ആ മൗലിദ് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നിട്ട് പ്രസംഗിച്ച് മൗലിദ് ഓതികളൊക്കെ ഇസ്ലാമിന് പുറത്തു പോയിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കുറ്റ്യാടി പ്രസംഗിച്ചത്. അപ്പോഴാണ് അത് കാലം ഏകദേശം 45 കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കും. ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഓതിപ്പിടിക്കുന്ന കാലമാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ഓല ഷെഡ് കെട്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയതാണ് സിറാജുൽ ഹുദ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇപ്പോൾ 100-ലധികം പള്ളി അതിൻ്റെ കീഴിൽ നിർമ്മിച്ചിട്ടുണ്ട്. 35ഓളം മദ്രസ നിർമ്മിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ, MBA കോളേജ് അടക്കം ഒരുപാട് വലിയ വലിയ സ്ഥാപനങ്ങൾ അൽഹംദുലില്ലാഹ് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ വർഷം, നമ്മുടെ കഴിഞ്ഞ വർഷം മുതൽക്ക് ബിരുദം കൊടുക്കുന്ന, മുതവ്വിൽ ബിരുദം കൊടുക്കുന്ന സ്ഥാപനവും മഹാനായ ശൈഖുനാ സുൽത്താൻ ഉസ്താദ് അവர்கள் വന്ന് തുടങ്ങി തന്നിട്ടുണ്ട്. അങ്ങനെ ആ കുട്ടികളോട് പിന്നവരുടെ ഒരു സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞ് ഉപദേശം നൽകിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ സ്ഥാപനത്തിൽ 16,000-ലധികം കുട്ടികൾ വിവിധ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 1000-ലധികം സ്റ്റാഫുകൾ അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മാസത്തിൽ ചെലവ് കഴിയാൻ തന്നെ 95 ലക്ഷം റുപ്യയോളം വേണം. നമ്മുടെ ജാഫർ മുസ്ലിയാർ നിങ്ങൾ പലരെയും സമീപിക്കാറുണ്ടാകും. നിങ്ങൾക്ക് സാധാരണ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കണം. കാരണം എല്ലാ സാധനത്തിനും വില കൂടിയിട്ടുണ്ട്, കുട്ടികളും കൂടിയിട്ടുണ്ട്, സ്റ്റാഫും കൂടിയിട്ടുണ്ട്. ഇവിടെ എത്ര കിട്ടിയാലും മതിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ട്. അതേ സമയത്ത് നമുക്ക് നിർമ്മാണ പ്രവർത്തനം നടക്കണമല്ലോ. കുറ്റ്യാടിയിൽ ഒരൊറ്റ ക്യാമ്പസിൽ 45 ഏക്കറോളം 40 ഏക്കറോളമുള്ള സ്ഥലത്ത് ഒറ്റ ക്യാമ്പസിൽ ഇപ്പോൾ തന്നെ 1, 2, 3, 4, 5, 6 ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിൽ ചിലതൊക്കെ വലിയ കോടികൾ ആവശ്യമുള്ള ബിൽഡിങ്ങുകളാണ്. നമുക്ക് ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാകണ സ്ഥലം വേണ്ടേ? സ്ഥലം വാങ്ങിയ വകയിൽ കോടികൾ ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും എന്നോട് കാരുണ്യം കാണിക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ പഴയ പോലെയല്ല.
മുമ്പ് കാലത്ത് 7 മണിക്കൂറൊക്കെ നിന്ന് പ്രസംഗിച്ച എനിക്ക് ഓർമ്മയിൽ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ വന്നു നോക്കിയാൽ എൻ്റെ കാല് കണ്ടാൽ തന്നെ നിൽക്കണ്ട നിങ്ങൾ പറയും. പലരും എന്നോട് പറഞ്ഞ് നിൽക്കണ്ട. അപ്പോൾ പറയും. അപ്പം അതുകൊണ്ട് ഒന്ന് കൂടുതൽ കാരുണ്യം കാണിക്കണമെന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഫറിന്റെ കൂടെ കാവലി ചോദിക്കുന്ന സമയത്ത് കടത്തിൽ നിന്നും കാവലി ചോദിച്ചു. അപ്പൊ സഹാബത്തിൽ ഒരാൾ ചോദിച്ചു, തങ്ങളത് കുഫറിന്റെ കൂടെ കടത്തിനെ പറ്റി കാവലി ചോദിക്കുന്നത്? അപ്പൊ അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വദ്ദൈൻ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഹുവ റായത്തുല്ലാഹി ഫിൽ അർദ് ഫൈദാ അറാദല്ലാഹു അൻ യുദില്ല അബ്ദൻ വളഅഹു ഫീ ഉനുഖിഹി. ഒരു മനുഷ്യനെ ഭൂമിയിൽ നിന്ദിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ അവന്റെ കഴുത്തിൽ കടമിട്ട് കൊടുക്കുന്നു. അല്ലാഹു കാക്കട്ടെ. കടം തന്നെ വലിയ സംഗതിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും ചൊല്ലിയതും സംഭാവനകൾ നൽകിയതും ഏറ്റതും ഈ പരിപാടി ആദ്യം മുതൽ അവസാനം വരെയും സംഘടിപ്പിച്ചവരുടെ സംഘാടനവും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന മജ്ലിസായി ഞങ്ങളെ എല്ലാ മജ്ലിസുകളും ഈ മജ്ലിസും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അവിടുന്ന് മുൻപല്ല് പൊട്ടിത്തെറിച്ച് പോറ്റിയ നിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിന് ഈ ആധുനിക യുഗത്തിൽ ഞങ്ങളാൽ കഴിയുന്ന എളിയ സേവനങ്ങൾ ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ സംഘടനയിലൂടെയോ സ്ഥാപനത്തിലൂടെയോ ഞങ്ങൾ എന്ത് സേവനങ്ങൾ ചെയ്യുന്നുണ്ടോ അത് അവിടുത്തെ പൊരുത്തം കിട്ടാനുള്ള വഴിയാക്കി സ്വീകരിക്കണം റഹ്മാൻ. അവിടുത്തെ ശഫാഅത്ത് കിട്ടാനുള്ള വഴിയാക്കി സ്വീകരിക്കണം റഹ്മാൻ. അവിടുത്തോടുകൂടെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടാനുള്ള വഴിയായി ഖബൂൽ ചെയ്യണം റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളെ ഏത് പ്രവർത്തനങ്ങളും നീ ഖബൂൽ ചെയ്യണം റഹ്മാൻ. കിബിർ, ഉജ്ബ്, റിയാ, ഹസദ്, അമല്, ഹിർസ്, ബിദ്അത്ത്, ശഹ്വത്ത്, ഗളബ് തുടങ്ങിയ രോഗങ്ങളൊന്നും ഞങ്ങളെ കൽബിൽ നീ തന്നേക്കരുത് റഹ്മാനെ. ആരോടും വൈരാഗ്യവും വിദ്വേഷവുമുള്ള കൽബാക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മനസ്സിലെപ്പോഴും താഴ്മയും എളിമയും നൽകണം റഹ്മാനെ. മറ്റുള്ളവരെല്ലാം എന്നെക്കാൾ നല്ലവരാണെന്ന ചിന്ത ഞങ്ങളെ കൽബിൽ നീട്ട് തരണം റഹ്മാനെ. ഞാൻ എന്തിനെങ്കിലും യോഗ്യനാണെന്നോ അർഹനാണെന്നോ ഞാൻ വലിയവനാണെന്നോ എന്ന ചിന്ത തന്ന് ഞങ്ങളെ നീ പരാജയപ്പെടുത്തരുത് റഹ്മാനെ. ദുനിയാവിലെ സ്ഥാനമാനങ്ങൾ ലയിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തരുത് റഹ്മാനെ. നിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധ്വാനിച്ച അധ്വാനത്തിൻ്റെ ഒരു ചെറിയ ശകലം മരണം വരെ എത്ര അധ്വാനിച്ചാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നതല്ല. ഞങ്ങൾ ഈ ആഖിർ സമാനിൽ നല്ല സൗകര്യങ്ങളോടെ സുഖത്തോടെ ജീവിക്കുന്ന പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങളെ കഴിവനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങളൊക്കെ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അത് ആഖിറത്തിന് വേണ്ടിയുള്ള അമലായി ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നീ പൊരുത്തപ്പെടാത്ത എന്ത് സംഭവിച്ചെങ്കിലും നീ അത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാവപ്പെട്ട ഉമ്മത്തുകളാണെന്ന നിലക്ക് വിട്ടുവീഴ്ച ചെയ്ത് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളാരും മഅസൂബീങ്ങളല്ല, മഹ്ഫൂദീങ്ങളല്ല. അറിഞ്ഞും അറിയാതെയും മറന്നും മനഃപൂർവ്വവും
അല്ലാ, ഞങ്ങളെ തടിയവക്ക് വഴിപ്പെട്ടും ശൈത്താന്റെ വഞ്ചനയിൽ കുടുങ്ങിയും നീ കൽപ്പിച്ചത് പലതും ഒഴിഞ്ഞു പോയവരാണ്, നീ വിരോധിച്ചത് പലതും സംഭവിച്ചു പോയവരാണ്. എല്ലാവർക്കും അപ്പ് കൊടുക്കാൻ അധികാരമുള്ള റബ്ബല്ലേ നീ. ഞങ്ങൾക്കും ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മ വാപ്പമാർക്കും ഉസ്താദുമാർക്കും ഞങ്ങൾ പഠിച്ച ശിഷ്യന്മാർക്കും ഞങ്ങളെ മജ്‌ലിസിൽ ജീവിതത്തിൽ പങ്കെടുത്ത് ഹൈറായ കാര്യം കേട്ട ഏത് മോമിനത്ത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ എല്ലാവർക്കും ഞങ്ങൾക്കും നീ മാപ്പ് തരണം റഹ്മാനേ. ആരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനേ, ആരെയും ശിക്ഷിക്കരുത് റഹ്മാനേ. ഞങ്ങൾക്കെല്ലാവർക്കും നീ കാരുണ്യം ചൊരിയണം റഹ്മാനെ. ഞങ്ങളിൽ പലരും പല രോഗമുള്ളവരുണ്ട്, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. കുടുംബത്തിൽ ബന്ധത്തിൽ ഭാര്യമാര് മക്കള് ബാപ്പ ഉമ്മ തുടങ്ങി പെങ്ങള് അങ്ങനെ തുടങ്ങി ബന്ധത്തിൽ പലരും രോഗമുള്ളവരുണ്ട്. റബ്ബേ, ഏത് ബന്ധങ്ങളിലോ ഞങ്ങളെ പരിചയക്കാരിലോ ബന്ധപ്പെട്ടവരിലോ എന്ത് ചെറുത് വലുത് രോഗങ്ങളുള്ളവരുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ. ഹാർട്ടിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞ് നല്ല ദീനീ ഖിദ്മ നൽകുന്ന ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ അവർ ബൈപ്പാസ് വേണം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്നൊക്കെ പറഞ്ഞവരുണ്ട്. നീ പരിപൂർണ ശിഫ കൊടുക്കണം റഹ്മാനെ. ഏത് ക്യാൻസറും ട്യൂമറും അൾസറും ഷുഗറും അതുപോലെ ഏത് വേദനകളും കടച്ചിലുകളും കാഴ്ചക്കുറവും കേൾവിക്കുറവും ചൊറിയും റബ്ബേ, ഏത് തൊലിയുടെ രോഗമാണെങ്കിലും ചർമ്മരോഗമോ മാനസിക രോഗമോ റബ്ബേ, ഏത് പ്രശ്നം അഭിമുഖീകരിക്കുന്നവരുണ്ടോ അല്ലാഹുമ്മ ഇന്നക അൻതശ് ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക اللهم اشفنا واشف مرضانا ومرضى من أوصانا ومرضى من تبرعوا ونذروا لمعاهد دينك يا ربنا. اللهم اشفنا واشفهم شفاء تاما لا يغادر سقما ولا ألما. ഞങ്ങളെ കൽബിൽ ഏത് ഖൈറായ ഉദ്ദേശമുണ്ടോ നീ നിറവേറ്റി തരണം റഹ്മാനെ. മക്കളുടെ ബന്ധപ്പെട്ടവരുടെ വിവാഹം നടക്കേണ്ടവരുണ്ട്, ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവരുണ്ട്, നീയല്ലേ മക്കളെ കൊടുക്കുന്ന രാജാവ്, അവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. ഗർഭിണികളെ കാര്യത്തിൽ മനസ്സിന് വിഷമമുള്ളവരുണ്ട്, സുഖപ്രസവത്തിൽ ഖൈറായ തഖ്വയുള്ള ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ നൽകണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെയും ഞങ്ങളെ എല്ലാ മക്കളെയും നീ നന്നാക്കി തരണം റഹ്മാനെ, സാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. റബ്ബേ, കടങ്ങളുള്ളവരുണ്ട് റബ്ബേ, നിനക്കറിയാം വലിയ തുകകൾ ഞങ്ങളും കടപ്പെട്ടവരാണ്. എല്ലാ കടങ്ങളും നീ ഏറ്റെടുത്ത് വീട്ടി തരണം റഹ്മാനെ, നീ ഏറ്റെടുത്ത് വീട്ടി തരണം റഹ്മാനെ. കടം തന്നവർക്ക് നീ വലിയ ഖൈർ നൽകണം റഹ്മാനെ. കടം വീട്ടാൻ നിന്റെ ഖജനാവിൽ നിന്ന് ചൊരിച്ചു തരണം റഹ്മാനെ. റബ്ബേ, കടത്തോടെ കടപ്പാട് വീട്ടാതെ മരിപ്പിക്കരുത് റഹ്മാനെ. മറ്റൊരാൾക്ക് കടം വെച്ച് മരിപ്പിക്കരുത് റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഹാർട്ട് രോഗം, കിഡ്നി രോഗം, കരൾ രോഗം, ബ്രെയിൻ രോഗം റബ്ബേ, അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണം റഹ്മാനെ. ക്യാൻസർ, ട്യൂമർ പോലുള്ള രോഗങ്ങളിൽ നിന്ന് കാവല് തരണം റഹ്മാനെ. റബ്ബേ, സർവ്വ വിഷമങ്ങളിലും ഞങ്ങളെ നീ തട്ടിത്തിരിക്കണം റഹ്മാൻ. ഹറാമിൽ നിന്ന് തട്ടിത്തിരിക്കണം റഹ്മാൻ. ഹലാല് കൊണ്ട് ഞങ്ങൾക്ക് ഐശ്വര്യം തരണം റഹ്മാൻ. ജീവിതം ഇനി എത്രയാണെന്ന് ഞങ്ങൾക്കാർക്കും പറയാൻ കഴിയില്ല. ഇനിയുള്ള ജീവിതം റബ്ബേ, നിന്നിലേക്ക് യാത്ര ചെയ്യാനുള്ള അവസരമാണെന്ന ബോധത്തോടെ തഖ്വയിലായി ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാൻ.
ഞങ്ങൾക്ക് നാഫിയായ ഇൽമ് ധാരാളം പഠിക്കണം, പഠിച്ച ഇൽമ് പ്രചരിപ്പിക്കണം. അതിന് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഞങ്ങളെ സർവ്വ ആലിമീങ്ങൾക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കും സഹകാരികൾക്കും സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ ഖാദിമീങ്ങൾക്കും ഏറ്റിത്തരണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അറിവ് തീരെ ഇല്ല, അറിവ് ധാരാളം നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണം റഹ്മാനെ. സ്ഥലം വിറ്റ് കിട്ടേണ്ടവരുണ്ട്, വാങ്ങിക്കിട്ടേണ്ടവരുണ്ട്, നീ എളുപ്പമാക്കണം റഹ്മാനെ. ലൈസൻസിൻ്റെയും പെർമിഷനുകളുടെയും വിസയുടെയും ഇഖാമയുടെയും ജോലിയുടെയും ഒക്കെ പ്രശ്നങ്ങളുള്ളവരുണ്ട്, നീ പരിഹരിക്കണം റഹ്മാനെ. ഖൈറായ ജോലി നൽകണം റഹ്മാനെ. ഏത് ബിസിനസ്സിൽ ഏത് പ്രതിസന്ധിയുണ്ടോ നീ ഏറ്റെടുത്ത് പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, തുടങ്ങിയ ബിസിനസ്സുകൾ, തുടങ്ങുന്ന ബിസിനസ്സുകൾ, കമ്പനികൾ എല്ലാം നീ ഏറ്റെടുത്ത് ഖൈറിലാക്കി തരണം റഹ്മാനെ. ആര് എവിടെ നിന്റെ ദീനിനെ സഹായിക്കുന്നുണ്ടോ അവരെ നീ ഏറ്റെടുത്ത് സഹായിക്കണം റഹ്മാൻ. അർഹമുർ-റഹീമീനായ റബ്ബേ, പഠിക്കുന്ന ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മക്കൾക്കും ഇൽമു പഠിക്കുന്ന മക്കൾക്കും ഭക്ഷണം കൊടുക്കാനും അതുപോലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാനും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ മാസത്തിലും പെട്ടിവെച്ചും അല്ലാതെയും വരിസംഖ്യയും മറ്റും കൊടുത്ത് സഹായിക്കുന്ന മോമിനീയങ്ങൾക്കും അത് ഓടി നടന്ന് സംഘടിപ്പിക്കുന്ന ഞങ്ങൾ ജാഫറിനെ പോലുള്ള ഏത് രാജ്യത്തുള്ള പ്രവർത്തകരുണ്ടോ അവർക്കും കമ്മിറ്റിയുടെ പ്രവർത്തകർക്കും ICF, RS, KCF തുടങ്ങിയ സംഘടനയുടെ പ്രവർത്തകർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും തഖ്വയും ഏറ്റിത്തരണം റഹ്മാനെ. ഐശ്വര്യവും മനസ്സമാധാനവും തരണം റഹ്മാനെ. റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണം റഹ്മാനെ. റബ്ബേ, ഹജ്ജ് ഉദ്ദേശിച്ചവരുണ്ട്, ഉംറ ഉദ്ദേശിച്ചവരുണ്ട്, സിയാറത്ത് ഉദ്ദേശിച്ചവരുണ്ട്. നീ എല്ലാം നീ പൊരുത്തപ്പെട്ട നിലക്ക് ചെയ്തു തീർക്കാൻ തൗഫീഖ് തരണം റഹ്മാനെ. ഹജ്ജിനും ഉംറക്കുമൊക്കെ കൊണ്ടുപോകുന്ന ഞങ്ങളെ പ്രവർത്തകർക്കും അതുപോലെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കും അതിൽ പങ്കുചേരുന്നവർക്കുമൊക്കെ അമലുകൾ കബൂൽ ചെയ്യണം റഹ്മാനേ. അർഹമുർ-റഹീമീനായ റബ്ബേ, ഓട്ടിസം ബാധിച്ച കുട്ടികളെ സഹായിക്കാൻ, സാന്ത്വനത്തിന് സഹായിക്കാൻ, അങ്ങനെ ഏത് വിഷയത്തിന് സഹായിക്കാൻ സന്നദ്ധരാകുന്നവരുണ്ടോ, സിറാജുൽ ഹുദയടക്കം, മർക്കസ് അടക്കം, സഅദിയടക്കം, മഅദിനടക്കം, ഞങ്ങൾ കേരളത്തിൽ മഖറടക്കം പടർന്ന് പന്തലിച്ച് കിടക്കുന്ന നിൻ്റെ ദീനിൻ്റെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനെ. ഞങ്ങളുടെ പ്രാമാണിക നേതാക്കളായ സുൽത്താനുല്ലമ റഈസുൽ മത്താജുൽ മുഹഖഖീൻ കൊട്ടൂർ ഉസ്താദ്, പൊന്മള ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾക്കും സയ്യിദ് അലി ബാഫഖിങ്ങൾക്കും പോൾ സയ്യിദന്മാർ തുടങ്ങി റബ്ബേ ബദറുസ്സാദാത്ത് തങ്ങളടക്കമുള്ള ഞങ്ങളെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇവിടെ ഭക്ഷണം സംഘടിപ്പിച്ചു കൊടുക്കാൻ ഫോൺ ചെയ്ത് പ്രവർത്തിച്ച ഹബീബ് തങ്ങളടക്കം, അവരോട് സഹകരിച്ചവരടക്കം, ഇവിടെ സ്പോൺസർ ചെയ്തവരടക്കം എല്ലാവർക്കും നീ ഖൈറിൻ വാതിലുകളും ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും ഞങ്ങൾക്കും ഏറ്റിത്തരണമോ റഹ്മാനേ. റബ്ബേ, അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. റബ്ബേ, ജയിലിൽ കുടുങ്ങിയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, നീ അവരെ പെട്ടെന്ന് മോചിപ്പിക്കണം റഹ്മാനെ. അത്തരം അവസ്ഥകളൊന്നും ഞങ്ങൾക്കാർക്കും ജീവിതത്തിൽ തന്ന് പരീക്ഷിക്കരുത് റഹ്മാനെ. ഞെരുക്കം കൊണ്ടും കടം കൊണ്ടും പരീക്ഷിക്കരുത് റഹ്മാനെ. ജനങ്ങൾക്കിടയിൽ വെറുക്കപ്പെടുന്ന ഒന്നുകൊണ്ടും പരീക്ഷിക്കരുത് റഹ്മാനെ. നിന്റെ പരീക്ഷണം നേരിടാനുള്ള മനക്കരുത്തൊന്നും ഞങ്ങൾക്കില്ല. ദുർബലരായ ഞങ്ങളെ നീ തന്നെ ഏറ്റെടുത്ത് സംരക്ഷിക്കണം റഹ്മാനെ.
നാടുകളിലും വീടുകളിലും കഴിയുന്ന ഉമ്മവാപ്പമാര്, ഉസ്താദുമാര്, സഹോദരി സഹോദരന്മാര്, കുടുംബാംഗങ്ങൾ, അവർക്കും ഇവിടെ വന്ന് അധ്വാനിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് നടത്തുന്നവർക്കും എല്ലാവർക്കും സമാധാനം നൽകണം റഹ്മാനേ. റബ്ബേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്ത് പ്രയാസമനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരുണ്ടോ, ഏത് രാഷ്ട്രത്തിലുണ്ടോ, നീ ഉമ്മത്തിനെ സഹായിക്കണം റഹ്മാനെ. ഈ ഉമ്മത്തിന് സംരക്ഷണം തരണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ പലതും വന്നതിൻ്റെ പേരിൽ നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളെ കുറവാക്കല്ല റഹ്മാനെ. ഇസ്സത്ത് നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് മനസ്സിലാലട്ടുന്ന ഏത് പ്രശ്നങ്ങളുണ്ടോ, മല പോലെ വന്നത് മഞ്ഞ് പോലെയാക്കി നീ പരിഹരിച്ചു തരണം റഹ്മാനെ. ഞങ്ങൾ ഖിദ്മത്തുകൾക്ക് ഇടങ്കോലിടാൻ ശ്രമിക്കുന്ന ആരുണ്ടോ, ഞങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ വരുത്തുന്നവരാരുണ്ടോ, അവരെ ഖൽബ് നന്നാക്കണം റഹ്മാനെ. അവരെ നീ നന്നാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അവരെ ശർറിൽ നിന്ന് സാധുക്കളായ ഞങ്ങളെ കാക്കണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്ന, അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരുടെയും എല്ലാ സഹകാരികളുടെയും ഞങ്ങളുടെയും ഖൽബ് ശുദ്ധിയാക്കണം റഹ്മാനേ. ദുന്യാവിന് വേണ്ടിയോ സ്ഥാനമാനത്തിന് വേണ്ടിയോ കാര്യലാഭത്തിന് വേണ്ടിയോ ഉള്ള പ്രവർത്തനങ്ങളായി ഞങ്ങളെ നീ നശിപ്പിക്കരുത് റഹ്മാനേ. ഞങ്ങളെ കൂട്ടമായ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ടുവന്ന് ഞങ്ങളെ ഭിന്നിപ്പിക്കുന്നതിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്നതിൽ നിന്നും നീ കാവൽ നൽകണം റഹ്മാനേ. അവസാനം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എത്തണം എന്ന ചിന്തയിൽ നിന്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം അല്ലാഹ് നിന്റെ സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഈ ലോകത്ത് എല്ലാ ജനിച്ചത് മുതൽക്ക് ഞങ്ങൾ എന്തൊക്കെ ഉച്ചരിച്ചുവോ അതിൻ്റെ എല്ലാം അവസാനത്തെ പരിസമാപ്തി അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാവും മനസ്സും എല്ലാം തന്ന രാജാവായ നിന്റെ തൗഹീദിന്റെ കലിമത്ത് ഉച്ചരിച്ച് അല്ലാഹ് എന്ന പേരുകൊണ്ട് നീ ഞങ്ങളെ നാവിന്റെ പരിസമാപ്തി കുറിക്കണം റഹ്മാനേ. ഞങ്ങളെ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. എവിടെയും ഞങ്ങളെയും ഞങ്ങളെ സഹായിച്ചവരെയും നീ ഏറ്റെടുത്ത് വിജയിപ്പിക്കണം റഹ്മാനേ. ഇവിടെ സംഭാവനകൾ പറഞ്ഞവരും ഏറ്റവരും തന്നവരും എല്ലാവരെയും നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. ഞങ്ങൾ ചോദിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാർ, ഭാര്യമാര്, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, നേതാക്കൾ, പ്രവർത്തകർ, റബ്ബേ എല്ലാവർക്കും ഞങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ ഈ നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും ഇവിടെയുള്ളവർക്കും എല്ലാവർക്കും ഓശാരം നൽകണം റഹ്മാനേ. ഞങ്ങളുടെ സംഘടനകൾ ICF-ഉം ഗസീഫും RSU അങ്ങനെ ഇവിടെ വിദേശങ്ങളിലുള്ള ഞങ്ങളെ സംഘടനകളും നാട്ടിലുള്ള സംഘടനകളും എല്ലാം നീ ഏറ്റെടുത്ത് വിജയിപ്പിച്ച് ഞങ്ങൾക്ക് ആഖിറത്തിലേക്ക് സമ്പാദ്യമാക്കി തരണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ദീർഘകാലം ഇവിടെ നേതൃത്വം കൊടുത്ത ദാരിമി ഉസ്താദടക്കം നാട്ടിലുള്ള പലരുമുണ്ട്. എല്ലാവർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ കുടുംബത്തിലും ഖൈറും ബറക്കത്തും ദീർഘായുസ്സും അഫിയത്തും തരണം റഹ്മാനെ.
മരിച്ചുപോയവരുടെ എല്ലാവരുടെ ഖബറിലും ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ നിന്ന് പലരുടെയും ആണ്ടിൻ്റെ സമയം 40ൻ്റെ സമയം പലതും പറഞ്ഞവരുണ്ട്. അവരെയൊക്കെ ഖബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിച്ച് അവരെ ഖബർ വിശാലമാക്കണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. എനിക്ക് മീസാൻ മുതൽക്ക് ഓതിത്തന്ന് ദർസിൽ ആദ്യമായി പഠിപ്പിച്ചു തന്ന CP ഉസ്താദ് അവർ ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ പലരും മരിച്ചുപോയവരുണ്ട്. RK അബ്ദുറഹ്മാൻ ഹാജി അടക്കം നേരത്തെ പ്രവർത്തിച്ച പല പ്രവർത്തകരും മരിച്ചുപോയവരുണ്ട്. റബ്ബേ, എല്ലാവർക്കും സ്വർഗം നൽകണം റഹ്മാനെ. ഞങ്ങൾക്കും അവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും നീ ഭാഗ്യം തരണം റഹ്മാനെ. കഴിഞ്ഞ കൊല്ലത്തെ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്ന് ഞങ്ങളുടെ തങ്ങൾ ഉസ്താദ് അവറുകൾക്കും നീ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നമ്മുടെ സജീവ സഹകാരികളും ഈ സമ്മേളനത്തിൻ്റെ സ്പോൺസർമാരിൽ ഒരാളുമായ സാഫ് ഗ്രൂപ്പ് ഇൻ്റർനാഷണലിൻ്റെ മെമൻറ്റോ വിതരണം ചെയ്യുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി ഷൗക്കത്ത് സാഹിബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പ്രവർത്തകരോട് നമ്മളെ ഇത്തരം പരിപാടിക്ക് വരാൻ നല്ല തിരക്കും കാര്യമുള്ള ബിസിനസ്സുകാർക്കൊന്നും പലപ്പോഴും കഴിയില്ല. നിങ്ങളെ പരിചയത്തിൽ അത്തരത്തിലുള്ള സഹായം ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുത്തി നിങ്ങൾ സഹായിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. ഈ വേദിക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ സമീർ മുസ്ലിയാർ നന്ദി പ്രകാശിപ്പിക്കുന്നു, സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഷൗക്കത്ത് സാഹിബ് വേദിയിലേക്ക് വരണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വാളണ്ടിയേഴ്സ് പോവരുത് എന്ന് നന്ദി പറയുന്നതിന് മുമ്പ് പറയുന്നു, എല്ലാ വാളണ്ടിയേഴ്സും സ്റ്റേജിലേക്ക് വരണം. നമുക്ക് ഉസ്താദുമായിട്ടൊന്നൊരു ഫോട്ടോ എടുക്കണം, അതിന് വേണ്ടിയിട്ട് എല്ലാവരും വരണം. എല്ലാ വാളണ്ടിയേഴ്സും സ്റ്റേജിലേക്ക് വരിക ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടി അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായ ഒരു മജ്ലിസ് നമുക്കിവിടെ. പ്രത്യേകം ദുആ ചെയ്യേണ്ട ആളാണ് നമ്മളെ മുസ്തഫ. അദ്ദേഹമാണ് എൻ്റെ വിസ ശരിയാക്കി തന്നത്. അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും അവർക്കെല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് സാഫ് ഗ്രൂപ്പ് ഇൻ്റർനാഷണലിന് വേണ്ടിയുള്ള മെമൻറ്റോ ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് കൈമാറുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി ഷൗക്കത്ത് സാഹിബിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഫോട്ടോ എടുക്കണം. ക്യാമറ